കൃപാസനം മരിയൻ ഉടമ്പടി ധ്യാനത്തിലേക്ക് നമ്മൾ ഭക്തിപൂർവ്വം പ്രവേശിക്കുകയാണ്. ഈശോയോട് നമുക്ക് ഹൃദയത്തിൽ നന്ദി പറയാം. ദൈവപിതാവിനാൽ ആകർഷിക്കപ്പെട്ട് പരിശുദ്ധ ദൈവമാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ ഈ സമയം നമ്മളെ ഒരുമിച്ച് കൂട്ടിയ അവിടുത്തെ സ്നേഹത്തിന് നമുക്ക് ഹൃദയത്തിൽ നന്ദി പറയാം. 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 ഇതുപോലുള്ളൊരു ആരാധനാ മധ്യേയാണ് ദൈവമാതാവ് സമയഘടികാരം നെഞ്ചിൽ ചാർത്തി ഈ അൾത്താരയിൽ പ്രത്യക്ഷയായിക്കൊണ്ട് ദുരന്തം ഉണ്ടാകുവാൻ പോകുന്നു, പ്രാർത്ഥിക്കണമെന്ന വലിയ ദൈവിക സന്ദേശം കൈമാറിയത്. ജീവിതത്തിൻ്റെ വിവിധ ദുരന്ത മുഖങ്ങളിലായിരുന്നു കൊണ്ടാണ് നമ്മളും പരിശുദ്ധ ദൈവമാതാവ് പറഞ്ഞതുപോലെ ദുരന്തമുഖത്തെ അതിജീവിക്കുവാൻ മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്നത്. കൃപാസനത്തിൽ നാളിതുവരെ മരിയൻ ഉടമ്പടിയെടുത്ത് പോയിട്ടുള്ള മുഴുവൻ മക്കളെയും ഈ അൾത്താരയിൽ സമർപ്പിച്ച് നമുക്ക് ഒരു നിമിഷം മൗനമായിട്ട് പ്രാർത്ഥിക്കാം. 2015 മുതൽ തീർത്ഥാടക ഉടമ്പടിയെടുത്ത് പോയിട്ടുള്ള എല്ലാ മക്കളെയും, ഒപ്പം തന്നെ 2020 മുതൽ ഓൺലൈനായി മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്ന മുഴുവൻ മക്കളുടെയും ദൈവനിയോഗങ്ങളെ ഈ അൾത്താരയിൽ സമർപ്പിച്ച് നമുക്ക് ഒരു നിമിഷം മൗനമായിട്ട് പ്രാർത്ഥിക്കാം. ഒപ്പം തന്നെ ഈ ധ്യാനം നയിക്കുവാൻ പോകുന്ന കൃപാസനത്തിൻ്റെ സ്ഥാപക ഡയറക്ടറായ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനെ ദൈവപിതാവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അച്ഛൻ്റെ ആരോഗ്യത്തെ നമുക്ക് പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഏറ്റെടുത്തിരിക്കുന്ന എല്ലാ മിഷൻ ദൗത്യങ്ങളും ദൈവപിതാവിൻ്റെ കയ്യൊപ്പോടുകൂടി വിജയത്തിലെത്തിക്കുവാൻ വേണ്ട വലിയ കൃപയ്ക്ക് വേണ്ടി നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഒപ്പം തന്നെ വരാൻ പോകുന്ന ധ്യാന മണിക്കൂറിലെല്ലാം അച്ഛനിലൂടെ പ്രദാനം ചെയ്യപ്പെടുന്ന ദൈവിക വചനങ്ങളിലൂടെ ഞങ്ങളിൽ ആന്തരികമായ മാറ്റമുണ്ടാകുവാൻ ഈശോയെ ഞങ്ങളുടെ ആന്തരിക കർണപുടങ്ങളെ പ്രത്യേകമായിട്ട് അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം സ്വീകരിക്കുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കണമേ എന്ന് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഒപ്പം തന്നെ ഈ ധ്യാനത്തിൻ്റെ ഭൗതിക സാഹചര്യങ്ങളെ അൾത്താരയിൽ സമർപ്പിച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഈ ആലയത്തിൽ ഈ സമയം വിവിധങ്ങളായ മേഖലകളിൽ ശുശ്രൂഷ ചെയ്യുന്ന ഓരോ മക്കളെയും അവരുടെ കുടുംബാംഗങ്ങളെയും എല്ലാം നമുക്ക് ഒരു നിമിഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നായകനെ അങ്ങേ ഞാൻ ആരാധിക്കും, അഭിഷേകത്തെ തരുന്നവനെ അങ്ങേ ഞാൻ ആരാധിക്കും. ദൈവസ്നേഹത്തോടെ ചേർന്ന് പാടാം. കരങ്ങൾ വീശി ചേർന്ന് പാടാം. പരിശുദ്ധ
ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. വിവിധങ്ങളായ ജീവിത ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കളെ പ്രത്യേകമായിട്ട് അടുത്തായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അമ്മയുടെ വലിയ മധ്യസ്ഥം ഈ ആരാധനയോടെ അനുഭവേദ്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വേഗം സാക്ഷ്യം പറയാനുള്ള കൃപ മക്കൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. ആദിയും നീയേ അന്തവും നീയേ അങ്ങേ ഞാൻ ആരാധിക്കും. ആദിയും നീ അന്തവും നീ അങ്ങേ ഞാൻ ആരാധിക്കും. വഴിയും നീയേ സത്യവും നീയേ അങ്ങേ ഞാൻ ആരാധിക്കും. വഴിയും നീ സത്യവും നീ അങ്ങേ ഞാൻ ആരാധിക്കും. അങ്ങേ ഞാൻ ആരാധിക്കും. യേശുവേ അങ്ങേ ഞാൻ ആരാധിക്കും. കരങ്ങൾ വീശി ഒന്ന് ചേർന്ന് ഹല്ലേലൂയ 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 ആമേൻ. ഹല്ലേലൂയ 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 ആമേൻ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധയമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. നമുക്ക് ഒരുമിച്ച് സ്തുതിക്കാം. ഹല്ലേലൂയ. ആരാധന മഹത്വം കുടുംബത്തിൽ നൽകുന്ന സമാധാനത്തിന്, ജീവിത പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ നൽകുന്ന സഹായത്തിന്, രോഗസൗഖ്യത്തിന്, അങ്ങനെ ആശ്രയിക്കുവാനുള്ള കൃപയ്ക്ക് യേശുവേ നന്ദി. ആരാധന മഹത്വം കർത്താവേ, സ്തുതി കർത്താവേ, ആരാധന മഹത്വം. ഹല്ലേലൂയ 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 ആമേൻ. ഹല്ലേലൂയ 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 ആമേൻ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധയമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ
പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. ഒരുമിച്ച് സ്തുതിക്കാം. ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ. ആരാധന മഹത്വം കർത്താവേ. ഈ ധ്യാനത്തിലൂടെ സന്ദേശങ്ങൾ നൽകി സഹായിക്കണമേ. രോഗങ്ങളെ സൗഖ്യപ്പെടുത്തണമേ. ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകണമേ. കടബാധ്യതകൾ മോചിപ്പിക്കണമേ. സ്ഥലസംബന്ധമായ വിഷയങ്ങൾക്ക് പരിഹാരം നൽകണമേ. വിദേശ യാത്രയുടെ തടസ്സങ്ങൾ നീക്കണമേ. ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന നിയോഗങ്ങളെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ കർത്താവേ. ആരാധന മഹത്വം കർത്താവേ. സ്തുതി കർത്താവേ. ആരാധന 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 മഹത്വം. ഹല്ലേലൂയ 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 ആമേൻ. ഹല്ലേലൂയ 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 ആമേൻ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങയ്ക്ക് ഭൂമസംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തിന്റെ പ്രത്യേക നിയോഗവും നമ്മുടെ എല്ലാ അപേക്ഷകളും ആവശ്യങ്ങളും കൃപാസന മാതാവിന്റെ സംരക്ഷണയിൽ ദിവ്യകാരുണ്യനാഥന് സമർപ്പിക്കാം. കൃപാസനം സ്ഥാപക ഡയറക്ടർ വി.പി. ജോസഫ് അച്ഛൻ്റെ മിഷൻ നിയോഗങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. ഒരുമിച്ച് സ്തുതിക്കാം. ഹല്ലേലൂയ. യേശുവേ സ്തുതി. ആരാധന കർത്താവേ. ധ്യാനം നയിക്കുന്ന ജോസഫ് അച്ഛനെ ഇവിടുന്ന് കൃപയാൽ സംരക്ഷിക്കണമേ. അച്ഛന്റെ അതിരത്തിലൂടെ ഞങ്ങളുടെ ജീവിതത്തിന് ആവശ്യമായ സന്ദേശങ്ങൾ, വചനങ്ങൾ, ആത്മീയ ഉണർവ് നൽകി ഞങ്ങളെ പരിപാലിക്കണമേ. ഉടമ്പടി ധ്യാനത്തിലായിരിക്കുന്ന ഓരോ മകനെയും മകളെയും ആയിരിക്കുന്ന ഇടങ്ങളിൽ ഇവിടുന്ന് അനുഗ്രഹിക്കുകയും അമ്മയുടെ സംരക്ഷണയിൽ ഓരോ ദിനവും ജീവിതം നയിക്കുവാൻ ഇവിടുന്ന് സഹായിക്കുകയും ചെയ്യണമേ. ഹല്ലേലൂയ. സ്തുതി കർത്താവേ. ആരാധന മഹത്വം കർത്താവേ. സ്തുതി. ആരാധന മഹത്വം. ആരാധന. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഗായക സംഘത്തോട് ചേർന്ന് കരങ്ങളടിച്ച് ദൈവസ്നേഹത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തി പാടി പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി. ഹല്ലേലൂയ. സ്തോത്രം. താങ്ക് യു ജീസസ്. എല്ലാറ്റിനും മേലെ യേശു വലിയവനാ. എല്ലാ നാമങ്ങൾക്കും മേലെ ആരാധ്യനാ.
മേലെ ആരാധ്യ എല്ലാ നാമങ്ങൾക്കും മേലെ ആരാധ്യ എല്ലാ നാമങ്ങൾക്കും മേലെ ആരാധ്യ. കരങ്ങൾ വീശി ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന ആരാധന ആരാധന. ആരാധന ആരാധന ഈശോ നന്ദി ഈശോ സ്തുതി ഈശോ ആരാധന ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ആരാധന ആരാധന മഹത്വം ആരാധന ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ ഈശോയെ നന്ദി ആരാധന ആരാധന യേശുവേ ഹല്ലേലൂയ യേശുവേ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എല്ലാവരും ഭക്തിയോടെ പ്രാർത്ഥന. വെള്ളത്തിൻ്റെ ഒരു ഒഴുക്കാണ്. വെള്ളത്തിൻ്റെ ഒഴുക്കിനുള്ള പ്രകൃതി നിയമം ഒഴുക്കിനെ തടയാതിരിക്കുക എന്നുള്ളതാണ്. വെള്ളത്തിൻ്റെ ഒഴുക്കിനുള്ള ഒരു പ്രകൃതി നിയമം എന്താ? അവിടെ മാനുഷികമായ ഇടപെടലിൽ ഒഴുക്കിനെ തടയാതിരിക്കുക. ഇപ്പം മദ്രാസിലൊക്കെ വെള്ളപ്പൊക്കം വന്നപ്പോൾ അതിൻ്റെ പഴയ മദ്രാസ് പട്ടണത്തിൻ്റെ പഴയ ബ്ലൂ പ്രിൻറ്റിൽ ഒത്തിരിയേറെ അരുവികളും പുഴകളും ഒഴുകിക്കൊണ്ടിരുന്ന സ്ഥലമാണ്. പിന്നീട് വർഷകാലത്ത് വേനൽക്കാലം വന്നപ്പോൾ ആൾക്കാർ വെള്ളമൊഴുക്കിനെക്കുറിച്ച് മറന്നു, അവിടെ എല്ലാം വീട് വെച്ചു. പിന്നീട് വർഷം വന്നപ്പോൾ മഴ വന്നപ്പോൾ സ്വാഭാവികമായിട്ട് വെള്ളം ഒഴുകണ സ്ഥലത്ത് കൂടി വെള്ളം ഒഴുകിപ്പോയപ്പോൾ തടസ്സമുള്ളത് കൊണ്ട് വെള്ളപ്പൊക്കം ഉണ്ടായി. ഏതാണ്ട് ഇതുപോലെ തന്നെ ഉടമ്പടിക്കൊരു സ്വാഭാവികമായ ഒഴുക്കുണ്ട്. ആ സ്വാഭാവികമായ ഉടമ്പടി ഒഴുക്കിന് അങ്ങനെ വിട്ടുകൊടുത്താൽ മതി. അപ്പം എന്താ സംഭവിക്കുന്നത്? ബാക്കി ഇതിൻ്റെ അകത്തുള്ള നമുക്ക് കൃപാസനത്തിൽ മരിയൻ ഉടമ്പടിക്ക് റിസ്ക് ഇല്ലാത്തത് എന്താണെന്നറിയാവോ? റിസ്ക് ഇല്ലാത്തതിന് കാരണം ഇപ്പോഴ് പല വിഷയങ്ങൾ, ഇപ്പോൾ ഞാനൊരു സാക്ഷ്യം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ സാക്ഷ്യത്തിൽ ഒരു പ്രൊഫസറാണ്, പ്രൊഫസർ ടോയ് തോമസ്. അപ്പം അദ്ദേഹത്തിൻ്റെ വൈഫിനാണ് അസുഖം ക്യാൻസറാണ്. അതിവിടെ വന്ന് ഉടമ്പടി ചെയ്തു. ആദ്യത്തെ പ്രാവശ്യം അച്ഛനെ കണ്ടു. പിന്നെ കാര്യമായ ഒരു ഭേദം ഈ രോഗത്തിനുണ്ടാകുന്നുണ്ട്.
അപ്പോൾ വീണ്ടും അവർ ഇവിടെ അച്ഛനെ കാണാൻ വന്നു. അപ്പോൾ ഓഫീസിൽ നിന്ന് പറഞ്ഞു 90 പ്രാവശ്യം കണ്ടതിന് ശേഷം പിന്നീട് 90 ദിവസം കഴിഞ്ഞിട്ടില്ല, അപ്പോൾ അവിടെ കാണാൻ പ്രയാസമാണെന്ന് പറഞ്ഞ് അവർ പറഞ്ഞ് മടക്കി വിട്ടു. അത് കറക്റ്റായ കാര്യമാണ്. ഒരു പ്രാവശ്യം കണ്ടു കഴിഞ്ഞാൽ പിന്നീട് കാണണമെങ്കിൽ കാര്യം ഉടമ്പടി എന്ന് പറയുന്നത് അച്ഛനെ കാണുന്നതല്ല പ്രശ്നം, അവൻ പറയണത് പോലെ ചെയ്ത് ജീവിക്കുന്ന വിഷയമാണ്. അവിടെ അച്ഛനെ കാണുന്നൊരു വിഷയം അവിടെ ഇതിൻ്റെ അകത്ത് ഇല്ല. പിന്നെ എമർജൻസി ചില കാര്യങ്ങൾ നമ്മൾ കാണുന്നതേ ഉള്ളൂ. ഉടമ്പടി ഒഴുക്കെന്ന് പറയുന്നത് അവൻ പറയണത് പോലെ ദൈവസ്നേഹത്തോടെ ചെയ്യുന്ന കാര്യങ്ങൾ ദൈവസ്നേഹത്തോട് ചെയ്യണമെന്നേ ഉള്ളൂ, ചെയ്ത് ജീവിക്കുക, അത്രേ ഉള്ളൂ. അല്ലാതെ എൻ്റെ സ്വാഭാവികമായ ഒഴുക്ക് അതാണ്. സ്വാഭാവികം നമുക്ക് റിസ്ക് ഇല്ലെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം, അപ്പോൾ എല്ലാ കാര്യത്തിനും ഒരു റിസ്ക് ഉണ്ടല്ലോ. ഇപ്പം നമ്മൾ ഒരു വ്യവസായം തുടങ്ങിയാൽ പോലും ഏറ്റവും കൂടുതൽ റിസ്ക് എന്താണ്? അതിൻ്റെ മാർക്കറ്റിംഗാണ് റിസ്ക്. ഏറ്റവും കൂടുതൽ പ്രയാസമുള്ളത് അതിൻ്റെ മാർക്കറ്റിംഗാണ്. മാർക്കറ്റിംഗ് നടന്നാൽ തന്നെ ബില്ല് പാസ്സായി നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്നവരെ റിസ്ക് ഇങ്ങനെ കണ്ടിരിക്കും. ഉടമ്പടിക്ക് റിസ്ക് ഇല്ലെന്ന് പറഞ്ഞതിൻ്റെ കാരണം ഇത് മാതാവിൻ്റെ പ്രത്യക്ഷീകരണവുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഒരു ദൈവ സംവിധാനമാണ്. അതാണ് ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് ഉടമ്പടിയെക്കുറിച്ചുള്ള ഫസ്റ്റ് ഹാൻഡ് നോളജ്, പ്രൈമറി നോളജ് എന്താണ്. അതൊരു ബിബ്ലിക്കൽ കോൺസെപ്റ്റാണ് കവനൻ്റ്, ദാറ്റ്സ് ഓക്കെ, ക്ലിയർ. പക്ഷേ കൃപാസനത്തിൽ ഉടമ്പടി വന്നിരിക്കുന്നതിൻ്റെ കാരണം മാതാവിൻ്റെ സമയഘടികാരം നെഞ്ചിൽ ചാർത്തിക്കൊണ്ട് 2004 ഡിസംബർ 7 ദുരന്തമുണ്ടാകാൻ പോണ് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ തിരുമനസ്സുണ്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ എന്ത് പ്രാർത്ഥിക്കണം, എങ്ങനെ പ്രാർത്ഥിക്കണം, അതിൻ്റെ ഉത്തരമാണ് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുക എന്നുള്ളത്. അതാണ് പ്രാർത്ഥന. ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുക. ഉടമ്പടി എടുത്ത് പറയുമ്പോൾ ദൈവവും നമ്മളും തമ്മിൽ ഒരു ബയലാറ്റർ എഗ്രിമെൻറ്റിൽ വിശുദ്ധീകരിച്ചും ശക്തീകരിച്ചും കൊണ്ട് ഇരിക്കുന്ന ഒരു ദൈവ പൈതലിനെ പ്രാർത്ഥിക്കാനുള്ള സ്വാഭാവികമായ ഒരു റൈറ്റുണ്ട്. അതിൻ്റെ ഒരു എഫിക്കഷ്യസ് ആയിട്ടുള്ള പ്രെയറാണത്, ഫലപ്രദമായ രീതിയിലുള്ള പ്രാർത്ഥന. നമുക്ക് എന്ത് വേണമെങ്കിലും പ്രാർത്ഥിക്കാം, ആർക്ക് വേണമെങ്കിലും പ്രാർത്ഥിക്കാം, പക്ഷെ കേൾക്കണമെന്നൊരു നിർബന്ധമില്ല. പക്ഷെ ഉടമ്പടിയിൽ കേട്ടേ മതിയാകത്തുള്ളൂ. എന്താ കാര്യം? അത് ഉടമ്പടി പ്രകാരമാണ് നമ്മൾ അതിൻ്റെ അകത്ത് ദൈവമായിട്ട് ഇൻട്രാക്ട് ചെയ്യണത്. ദൈവം കാര്യം ഉടമ്പടി എന്തിനെ ബേസ് ചെയ്ത് നിൽക്കണതാണ്? ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളെ ബേസ് ചെയ്താണ് നിൽക്കുന്നത്. അല്ലാതെ വിശ്വാസത്തെ അല്ല. നമ്മൾ വിശ്വാസികളായതുകൊണ്ട് പ്രാർത്ഥിക്കണമല്ല. ഉടമ്പടി വിശ്വാസത്തെ അല്ല അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത്. മറിച്ച് എന്താണ്? ഉടമ്പടി വിശ്വാസം അതിലുണ്ട്, തീർച്ചയായിട്ടും. കറണ്ടില്ലാതെ ഫാൻ കറങ്ങത്തില്ലല്ലോ, വിശ്വാസം അതിലുണ്ട്. പക്ഷേ ഇതിൻ്റെ മെക്കാനിസം എന്ന് പറയണത് എന്താണ്? അത് മാതാവിൻ്റെ പ്രത്യക്ഷീകരണം ആരുടെ സബ്ജക്റ്റാണ്? നമ്മുടെ സബ്ജക്റ്റ് അല്ല. ജോസഫ് അച്ഛൻ വല്ല മെമ്മോറാണ്ടം കൊടുത്തിട്ടാണ് മാതാവ് പ്രത്യക്ഷപ്പെട്ടത്? ഇല്ല. അതാണ് വിഷയം. അതെപ്പോഴും നിങ്ങൾ അതിനെക്കുറിച്ച് എൻ്റെ ലളിതമായ വശങ്ങളെ ലളിതമായിട്ട് മനസ്സിലാക്കണം. ഇത് മുഴുവൻ റിസ്ക് കവർ ചെയ്യണ ദൈവത്തിൻ്റെതാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്. ഉടമ്പടി ഒരു സ്വാഭാവികമായ ഒഴുക്കാണ്. അതിൻ്റെ ഒഴുക്കിനകത്ത് നിങ്ങൾ ഒഴുകിയാൽ മതി, ബാക്കി ചെയ്യേണ്ടതെല്ലാം കർത്താവ്. റിസ്ക് നമുക്കില്ല അതിൻ്റെ അകത്ത്. എന്താ കാര്യം? ദൈവത്തിൻ്റെ ഒരു ആവശ്യമാണ് എന്ത്? മാതാവിൻ്റെ പ്രത്യക്ഷീകരണം സഭ ഏറ്റെടുക്കുക എന്നുള്ളത്. എന്തിനാണ്? സഭ മാതാവിനെ അംഗീകരിക്കുകയും അതുപോലെ തന്നെ മാതാവിൻ്റെ മാതൃക അനുഷ്ഠിക്കുകയും ചെയ്യുന്നത് ഏറ്റവും കൂടുതലുള്ളത് കത്തോലിക്ക സഭയിലാണ്. അത് നിങ്ങൾക്കറിയാം. അതുകൊണ്ടാണ് ഇത്രയും പ്രത്യക്ഷീകരണങ്ങളെല്ലാം ലൂർദ്, ഫാത്തിമ, മജ്ജിഗോറ, ഈ പ്രത്യക്ഷീകരണം എല്ലാം വരണ കാത്തലിക് മേഖലയിലാണ് വരണത്. കാര്യം അമ്മ ഒരു വിഷയം സഭയോട് പറഞ്ഞാൽ അമ്മയെ വിശ്വസിക്കുകയും അമ്മയെ മധ്യസ്ഥയായിട്ട്, പ്രധാന മധ്യസ്ഥയായിട്ട്, മധ്യസ്ഥന്മാരൊത്തിരി പേരുണ്ട് നമുക്ക്, വിശുദ്ധന്മാരെല്ലാം മധ്യസ്ഥന്മാരാണ്. ശരിക്കും നമുക്ക് തന്നെ മധ്യസ്ഥം വഹിക്കാം. വിശുദ്ധിയും മെനയുള്ളവരാണെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയും ദൈവം മധ്യസ്ഥമായിട്ട് കേൾക്കും. പക്ഷേ അമ്മ ഇവിടെ ദൈവത്തിനും മനുഷ്യനും ഇടയിലുള്ള ഏകമധ്യത്തിന് യേശുക്രിസ്തുവാണ്. പക്ഷേ മാനുഷികമായ കാര്യങ്ങൾക്കുള്ള, രക്ഷാകരമായ കാര്യമല്ല, മാനുഷികമായ കാര്യങ്ങളില്ലേ, നമുക്ക് വീടില്ല, ജോലിയില്ല,
വിവാഹം ഒക്കണില്ല, മക്കളില്ല, രോഗമാണ്. ഇതൊക്കെ മാനുഷിക കാര്യമല്ലേ? ഏകരക്ഷകൻ എന്ന കൺസെപ്റ്റ് ഈ മനുഷ്യൻ്റെ വീണ്ടെടുപ്പ് നടത്തിയ ദേശമാണ്. അതിന് ഒരു കോംപ്രമൈസും ഇല്ലത്. കർത്താവല്ല, വേറെ ആരും അവിടെ ഇല്ല. ആ സ്പേസിൽ ഏകരക്ഷകനായിട്ട് ക്രിസ്തു മാത്രമേ ഉള്ളൂ. മറിയത്തിൻ്റെ സ്പേസ് എന്ന് പറഞ്ഞാൽ മാനുഷിക ആവശ്യങ്ങളുടെ മേലെ, പ്രത്യേകിച്ച് വേറെ ഒത്തിരിയേറെ മറിയൻ റാങ്കുകളുണ്ടെങ്കിലും സുവിശേഷം തുറക്കപ്പെടുന്നത് അവർക്ക് വീഞ്ഞില്ല എന്ന് അസമയത്ത് പോലും ഈശോൻ്റെ മുമ്പിൽ ആധികാരികമായിട്ട് പറഞ്ഞ് അതിന് സമാധാനം ഉണ്ടാക്കാൻ വേണ്ടി ദൈവം നിശ്ചയിച്ചിരിക്കുന്നതാണ്. അമ്മ കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞങ്ങളിൽ വീഞ്ഞു തീരും മുൻപേ ഓടിയെത്തും അമ്മ, ഞങ്ങളിൽ വീഞ്ഞു തീരും മുൻപേ ഓടിയെത്തും അമ്മ, നമ്മുടെ വീഴ്ചകളിൽ തേടിയെത്തും അമ്മ, നമ്മുടെ വീഴ്ചകളിൽ തേടിയെത്തും അമ്മ. അമ്മേ ആശ്രയമേ, അമ്മേ ശാശ്വതമേ, അമ്മേ ആശ്രയമേ, അമ്മേ ശാശ്വതമേ, മക്കളാം ഞങ്ങൾക്കെന്ന് ആനന്ദമേ, മക്കളാം ഞങ്ങൾക്കെന്ന് ആനന്ദമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇപ്പോൾ നമ്മൾ രണ്ട് പോയിന്റ്സിലാണ് വ്യക്തത വന്നിരിക്കുന്നത്. ഒന്നെന്താണ്? ഉടമ്പടിക്ക് ഒരു സ്വാഭാവികമായ ഒഴുക്കുണ്ട്, അതിനെ തടയരുത്, ഇല്ലേ? സ്വാഭാവിക ഒഴുക്ക്. രണ്ടാമത്തെ പോയിന്റ് എന്താ പറഞ്ഞത്? ഉടമ്പടി നമുക്ക് റിസ്ക് ഇല്ല, സീറോ റിസ്ക്കാണ്. എന്താ കാര്യം? അത് വൃത്തിയും മേനയുമായിട്ട് നമ്മൾ അവൻ പറയണ പോലെ ചെയ്ത് ജീവിച്ചാൽ അത് അംഗീകരിക്കേണ്ടതും അതിന് ഉത്തരം നൽകേണ്ടതും ആരാണ്? ദൈവത്തിൻ്റെ ഒരു ആവശ്യമാണ് ഇവിടെ. കൃപാസനത്തിൽ ഉടമ്പടി എടുക്കുമ്പോൾ നമ്മുടെ ആവശ്യം മാത്രമല്ല, അമ്മയുടെ പ്രത്യക്ഷീകരണ സഭ ഏറ്റെടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അമ്മയുടെ പ്രത്യക്ഷീകരണം സ്ഥിരീകരിക്കുന്ന അടയാളങ്ങൾ ഉണ്ടാകണം. അടയാളങ്ങൾ ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം? അടയാളം ഉണ്ടാക്കുന്ന വിധത്തിലുള്ള രീതിയിലുള്ള സത്യസന്ധമായ ആധ്യാത്മിക ജീവിതം ഉണ്ടാകണം. സത്യസന്ധമായ ആധ്യാത്മിക ജീവിതവും പ്രാർത്ഥനാ ജീവിതവും രണ്ടും രണ്ടാണ്. നമ്മൾ ആധ്യാത്മിക ജീവിതത്തിന് പറയണത്, പ്രാർത്ഥനാ ജീവിതത്തിനാണ് നമ്മൾ ആധ്യാത്മിക ജീവിതം എന്ന് പറയണത്. പറഞ്ഞ മനസ്സിലായില്ലേ? പ്രാർത്ഥനാ ജീവിതം ആധ്യാത്മിക ജീവിതം ആവണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. സത്യസന്ധമായ ആധ്യാത്മിക ജീവിതം ശരിക്കും പറഞ്ഞാൽ പ്രാർത്ഥനാ ജീവിതവുമായിട്ട് വ്യത്യാസമുണ്ട്. പ്രാർത്ഥനാ ജീവിതം മോശമാണെന്നല്ല പറഞ്ഞത്. സത്യസന്ധമായ ആധ്യാത്മിക ജീവിതം പ്രാർത്ഥനാ ജീവിതമാകണമെന്ന് നിർബന്ധമില്ല. എന്നുവെച്ചാൽ എല്ലാ പ്രാർത്ഥനാ ജീവിതവും ആധ്യാത്മിക ജീവിതമല്ല. അതറിയണമെന്നുണ്ടെങ്കിലേ നിങ്ങൾ 1 തിമോത്തി 4:8 എടുത്തേ. ശാരീരികമായ പരിശീലനം കൊണ്ട് ശാരീരികമായ പരിശീലനം കൊണ്ട് കുറച്ച് പ്രയോജനമുണ്ട്. എന്നാൽ ആത്മീയത എല്ലാവിധത്തിലും വിലയുള്ളതാണ്. എന്തുകൊണ്ടെന്നാൽ അത് ഈ ജീവിതത്തെയും വരാനിരിക്കുന്ന ജീവിതത്തെയും സംബന്ധിക്കുന്ന വാഗ്ദാനങ്ങൾ ഉൾക്കൊള്ളുന്നു. അപ്പോൾ വാഗ്ദാനങ്ങളിലെ ഈ ആധ്യാത്മികതയിൽ 2 ഘടകങ്ങളുണ്ട്. ഒന്നെന്താണ്? ഈ ജീവിതത്തെ അത് അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. ഈ ജീവിതത്തെ മാറ്റി നിർത്തിക്കൊണ്ട് തൂണുമേ സൈബന്മാരുണ്ടാക്കുന്ന പരിപാടിയില്ല. ഇപ്പം ചില ആൾക്കാർ സമൂഹത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് വിട്ടുമാറിയിട്ട് ജീവിതത്തിൻ്റെ മുഴുവനും ആഗ്രഹങ്ങൾ ബലി ചെയ്തുകൊണ്ട് സമൂഹത്തിൽ തന്നെ സ്വയം ഡിപ്രൈവ്ഡായിട്ട് വേറെ ഒരു ലോകത്ത് സ്വന്തം ഈശ്വരാനുഭവത്തിലേക്ക് പോകുന്ന അങ്ങനെ ഒരു സംഭവം ബൈബിളിലില്ല. ശാരീരികമായി ഇപ്പോൾ യോഗ പോലെയുള്ള ശാരീരികമായ അഭ്യാസങ്ങളും ആധ്യാത്മികമായിട്ട് ബൈബിൾ കാണുന്നില്ല. അതാണ് അങ്ങനെ എഴുതിയിരിക്കുന്നത്. ഒന്നിന് വായിച്ചേ.
ശാരീരികമായ പരിശീലനം ശാരീരികമായ പരിശീലനം അതൊക്കെ ഒരു ഫിസിക്കൽ എക്സർസൈസാണ്. ഇറ്റ്സ് ഓക്കെ. ഫിസിക്കൽ എക്സർസൈസും ആധ്യാത്മികതയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അതാ വിഷയം. ബൈബിൾ ആധ്യാത്മികതയാണ് ഞാൻ സംസാരിക്കുന്നത്. ഫിസിക്കൽ എക്സർസൈസ് അങ്ങനെ പലതരത്തിലുള്ള യോഗാസനങ്ങളുണ്ടാകും, അതുപോലെ. പക്ഷേ അതും ബൈബിളുമായിട്ട് ആധ്യാത്മികതയുമായിട്ട് ബന്ധമില്ല. ഒന്നിനു വായിച്ച ഭാഗം. ശാരീരികമായ പരിശീലനം കൊണ്ട് കുറച്ച് പ്രയോജനമുണ്ട്. അതെ. എന്നാൽ ആത്മീയത എല്ലാവിധത്തിലും വിലയുള്ളതാണ്. എന്തുകൊണ്ടെന്നാൽ അത് ഈ ജീവിതത്തെയും വരാനിരിക്കുന്ന ജീവിതത്തെയും സംബന്ധിക്കുന്ന വാഗ്ദാനങ്ങൾ ഉൾക്കൊള്ളുന്നു. ഇതിനാണ് ഉടമ്പടി എന്ന് പറയണത്. ഉടമ്പടിയുടെ ബേസ്മെൻറ്റ് എന്താണ്? വാഗ്ദാനമല്ലേ. ഉടമ്പടിയുടെ ബേസ്മെൻറ്റ് എന്താണ്? വാഗ്ദാനമാണ്. ഉടമ്പടി എന്തിലാണ് ആശ്രയിച്ചിരിക്കുന്നത്? ഉടമ്പടിയുടെ ഓരോ വിഷയങ്ങൾക്കും കറസ്പോണ്ടിങ് ആയിട്ടുള്ള 8840 വാഗ്ദാനങ്ങളുണ്ട് ബൈബിളിൽ. 8855 വാഗ്ദാനങ്ങൾ ബൈബിളുണ്ടെന്ന് പറയുന്ന ബൈബിൾ പണ്ഡിതന്മാരുണ്ട്. അപ്പോൾ ഈ ദൈവം ക്യാഷ് ആൻഡ് കൈൻഡായിട്ട് ഈ ജീവിതത്തെയും നിത്യജീവിതത്തെയും ബാധിക്കുന്ന നമുക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളെ ദൈവം പ്രഖ്യാപിച്ചിരിക്കുന്ന വാഗ്ദാനത്തിൻ്റെ രീതിയിലാണ്. വാഗ്ദാനം. അപ്പോൾ ഈ വാക്കിൻ്റെ ഉള്ളിലാണ് ദൈവം ദാനം വെച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ ഉടമ്പടിയിലൂടെ നമ്മൾ എന്താ ചെയ്യണത്? ഈ വാക്കിൻ്റെ ഉള്ളിലിരിക്കുന്ന ദാനത്തെ പുൾ ഔട്ട് ചെയ്യാൻ പ്രോമിത്തരെ ഞാൻ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. എൻ്റെ പ്രൊമിത്തരെ, പ്രോമിസ് മീൻസ് അതിൻ്റെ മൂലം എന്താണ്? ലാറ്റിനാണ്. പ്രോമിസ് എന്നുള്ള ലത്തീൻ ഇംഗ്ലീഷ് വാക്കിൻ്റെ മൂലം, അതിൻ്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ ലത്തീൻ വാക്ക് പ്രൊമിത്തരെ. പ്രൊമിത്തരയുടെ റൂട്ട് മീനിങ് ആണ് ടു പുൾ ഔട്ട്, വലിച്ച് പുറത്തെടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ബലം ഉണ്ടാകണം. എന്ത് ബലമാണ്? ജിംനാസ്റ്റിക് ബലമല്ല, ആത്മീയ ബലമുണ്ടാകണം. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ പ്രാപിക്കാൻ വേണ്ടി നമുക്ക് ശാസ്ത്രീയമായിട്ട് എന്താ ഉണ്ടാകേണ്ടത്? ആത്മീയ ബലമാണ് ഉണ്ടാകേണ്ടത്. ദൈവത്തിൻ്റെ വാഗ്ദാനം പ്രാപിക്കാൻ വേണ്ടി അതുകൊണ്ടാണ് പൗലോസ് പറയണത് ശാരീരിക കൊണ്ട് കുറച്ച് പ്രയോജനമൊക്കെ ഉണ്ടെന്ന്. ഒരു ഡിസിപ്ലിൻ കിട്ടുമായിരിക്കും, പക്ഷേ ലക്ഷ്യം സാധിക്കുക അത് മാർഗമല്ലേ? ഒക്കെ മാർഗമാണ്. ലക്ഷ്യം എന്താണ്? ലക്ഷ്യം സാധിക്കുന്ന എന്ത് വേണം? ആധ്യാത്മികത എല്ലാത്തിലും പ്രധാനപ്പെട്ടതാണ്. അതെന്താണ്? അത് ഈ ജീവിതത്തിൻ്റെയും വരാൻ പോകുന്ന ജീവിതത്തിൻ്റെയും വാഗ്ദാനങ്ങളെയാണ് അടിസ്ഥാനപ്പെടുത്തുന്നത്. വാഗ്ദാനം എത്രയാണ്? 8850 വാഗ്ദാനങ്ങൾ, അല്ലെങ്കിൽ 55 വാഗ്ദാനങ്ങൾ. അതിലെന്തെല്ലാം ഉണ്ട്? ഈ ജീവിതമുണ്ട്, പിന്നെ വരാനിരിക്കുന്ന ജീവിതമുണ്ട്. ഇപ്പോൾ ഈ വരാനിരിക്കുന്ന ജീവിതത്തെയാണ് ഉടമ്പടി കാർക്കശ്യമായിട്ട്, ഇപ്പോൾ ചിലർ പണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായി, അതായത് ഉടമ്പടി എന്ന് പറയുന്നത് നിത്യതയിലേക്കുള്ള എക്സ്പ്രസ് ഹൈവേ ആണെന്ന് പറഞ്ഞു. പ്രൊഫസർ ടോയ് തോമസ് ഇത് റീകോട്ട് ചെയ്യുന്നുണ്ട്. എന്താണ്? അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ഉടമ്പടി എന്ന് പറയുന്നത് നിത്യതയിലേക്കുള്ള എക്സ്പ്രസ് ഹൈവേ ആണെന്ന്. എന്താ കാര്യം? ഉടമ്പടിയിൽ അവൻ പറയണത് പോലെ ചൊല്ലുകയല്ല, പിന്നെ എന്താണ്? ചെയ്യുകയാണ്. ഇപ്പം നിത്യത എന്ന് പറയുന്ന വിഷയത്തിൽ ചെയ്യുക എന്നുള്ള കോൺസെപ്റ്റും ആയിട്ട് ലിങ്ക് ചെയ്തിരിക്കുകയാണ്. നിത്യത നമ്മൾ ചെല്ലുന്നതിലല്ല ഇരിക്കുന്നത്, പിന്നെ എന്തിലാണ്? ചെയ്യുന്നതിലാണ് ഇരിക്കുന്നത്. മത്തായി ശ്ലീഹായുടെ സുവിശേഷം 25:34. അനന്തരം രാജാവ് തന്റെ വലതുഭാഗത്തുള്ളവരോട്, ഈശോ വീണ്ടും വിജയശ്രീ ലാളിതനായി യുഗാന്ത്യത്തിലെ യുഗങ്ങളുടെ രാജാവായി എഴുന്നള്ളുന്നതിനെ കുറിച്ച് പറയുന്നതാണ്. കർത്താവിൻ്റെ രണ്ടാം വരവിനെ കുറിച്ച് പറയുന്നതാണ്. എന്താണ്? അനന്തരം രാജാവ് തന്റെ വലതുഭാഗത്തുള്ളവരോട് അരുൾ ചെയ്തു, എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ. ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തുവിൻ. ഈ രാജ്യം അവകാശപ്പെടുമ്പോഴാണ് രക്ഷിക്കപ്പെടുന്നത്. അല്ലാതെ വെള്ളം കോരി ഏതെങ്കിലും തൊടി പൊങ്ങി വരുമ്പോൾ രക്ഷിക്കപ്പെടത്തില്ല. അതെപ്പോഴും നമ്മൾ അറിയണം. വൃത്തിമേനയായിട്ട് ബൈബിൾ അറിയണം, അല്ലെങ്കിൽ അബദ്ധത്തിൽ പോയി ചാടും. ഏതെങ്കിലും വെള്ളത്തിൽ പോയി പൊങ്ങി വരുമ്പോൾ രക്ഷിക്കപ്പെടത്തില്ല. രക്ഷിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ അവസാന നിമിഷങ്ങളിൽ ആ രാജ്യം കൈവശമാക്കണം. ഇതെല്ലാം ബാക്കിയുള്ള എല്ലാ സംരംഭങ്ങളും ഒരു മാർഗങ്ങളാണ്.
ലക്ഷ്യം സാധിക്കണമെങ്കിൽ തന്നെ ലക്ഷ്യം സാധിച്ചൊന്ന് നമ്മൾ പരീക്ഷ പഠിക്കാൻ തുടങ്ങിയിട്ടില്ല, അതുകൊണ്ട് മുമ്പ് തന്നെ സർട്ടിഫിക്കറ്റ് കിട്ടിയുള്ള അവസ്ഥ, അതെന്ത് കള്ള സർട്ടിഫിക്കറ്റ് ആയിരിക്കും. നമ്മൾ പഠിക്കാൻ തുടങ്ങിയിട്ടില്ല, നമ്മൾ 10ാം ക്ലാസ് ചേർന്നിട്ടേ ഉള്ളൂ, അപ്പോൾ തന്നെ 10ാം ക്ലാസ്സിന് സർട്ടിഫിക്കറ്റ് കിട്ടിക്കണേ രക്ഷിക്കപ്പെട്ടെന്ന് പറയും. അത് കള്ള സർട്ടിഫിക്കറ്റ് അല്ലേ അത്. അപ്പോൾ അത് അനന്തരൻ രാജാവ്, ഇതിനെക്കുറിച്ചൊക്കെ ബുദ്ധി ഉണ്ടാകണം, ഇതൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാകണം. എന്താ ഒന്നിനു വായിച്ചേ? അനന്തരൻ രാജാവ് തന്റെ വലതുഭാഗത്തുള്ളവരോട് അരുൾ ചെയ്യും, എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ. ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തുവിൻ. ഈ രാജ്യം അവകാശപ്പെടുത്തും. കർത്താവിൻ്റെ കൂടെ നിത്യതയോളം ജീവിക്കാനുള്ള വാഴുവിനുള്ള അവകാശം പ്രാപിച്ചു കഴിയുമ്പോഴാണ്, രാജ്യം അവകാശപ്പെടുമ്പോഴാണ് ഒരു ആത്മാവ് രക്ഷിക്കപ്പെടുന്നത്. ശരിക്കും പറഞ്ഞു അതാണ് സഭയുടെ നിലപാട്, സത്യസന്ധമായ നിലപാട്. അച്ഛൻ പറഞ്ഞു വരുന്നതിൻ്റെ കാരണം എന്താ ഇവിടെ അവസാനം ചോദിക്കണത്? നിങ്ങൾ ചെയ്ത കാര്യങ്ങളാണ്, ചൊല്ലിയ കാര്യങ്ങളല്ല. ഉടമ്പടി വിജയിക്കണത് അതാണ്. അവസാനം കർത്താവ് നമ്മളോട് ചോദിക്കണത് എന്താണ്? നമ്മൾ ചെയ്ത കാര്യങ്ങളാണ്. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. എനിക്ക് വിശന്ന് നിങ്ങളെനിക്ക് ഭക്ഷണം തന്നു. ഇപ്പോൾ ആൾക്കാർ ഏറ്റവും വലിയ ഞങ്ങൾ കാരുണ്യപ്രവൃത്തി പറയുമ്പോൾ ഈ നഗ്നനെ ഉടുപ്പിക്കുന്ന പോലെ തന്നെയാണ് അറിവില്ലാത്തവർക്ക് അറിവ് പകർന്നു കൊടുക്കുന്നത്. ഇപ്പോൾ 2-3 സാക്ഷി ഞാൻ കേട്ടു. ഇന്നലെ ഒരു നോൺ ക്രിസ്ത്യനായിട്ടൊരു മോൾ പറഞ്ഞ്, ഞാൻ ചെയ്യുന്ന ഏറ്റവും നല്ല നന്മ പ്രവൃത്തി എന്ന് പറയുന്നത് എല്ലാവരെയും കൊണ്ട് ഞാൻ എൻ്റെ കൂട്ടുകാരെ കൊണ്ട് ഞാൻ ജർമ്മൻ പഠിപ്പിക്കും. എന്നിട്ട് ഞാൻ അവർക്ക് ട്യൂഷൻ എടുക്കും, ഞാൻ തന്നെ അവർക്ക് ട്യൂഷൻ എടുക്കും. അതാണ് അറിവില്ലാത്തവരെ പഠിപ്പിക്കുകയാണ് സംഭവം. ഇപ്പോൾ ഓരോരുത്തർക്കും നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ചെയ്യാൻ പറ്റുന്നത് എപ്പോഴും. അതേപ്പോൾ ഈ കാരുണ്യ പ്രവർത്തികൾ 7 എന്നല്ല, 7,000 70,000 ഉണ്ട്. അവർക്ക് ചെയ്യാൻ പറ്റുന്നത് അവൾ ചെയ്തു. ആരാണ്? ഈശോ പറഞ്ഞത് എന്താണ്? ഇപ്പം ചെയ്യാൻ പറ്റുന്നതെല്ലാമാണ് ഉടമ്പടി ചെയ്യേണ്ടത്. ഇപ്പം യൂദാസ് പറഞ്ഞില്ലേ, വൈ ദിസ് വേസ്റ്റ് എന്ന് ചോദിച്ചില്ലേ? കർത്താവിൻ്റെ പാദാന്തികത്തിൽ ബെഥനിയിലെ മറിയം സുഗന്ധം പൂശിയപ്പോൾ എന്താ പറയുന്നത്? വൈ ദിസ് വേസ്റ്റ്? എന്തിനാണ് ഈ ഇങ്ങനെ വേസ്റ്റ് ആക്കണ പണം? പാവത്തിന് കൊടുക്കാൻ പാടില്ല എന്ന് ചോദിക്കുമ്പോൾ കർത്താവിൻ്റെ ഉത്തരവ് എന്താണ്? അവൾക്ക് ചെയ്യാൻ, ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. മർക്കോസ് 14:8. ഇവൾക്ക് സാധിക്കുന്നത് ഇവൾ ചെയ്തു. എന്റെ സംസ്കാരത്തിന് വേണ്ടി അവൾ എന്റെ ശരീരം മുൻകൂട്ടി തൈലം പൂശുകയാണ് ചെയ്തത്. അപ്പൊ ഈശോ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത് 7 കാരുണ്യ പ്രവൃത്തികളല്ല. എന്താണ്? ഓരോരുത്തർക്കും ഇവിടെ 700 കോടി മനുഷ്യരുണ്ടെങ്കിൽ 700 കോടി മനുഷ്യർക്കുള്ള 700 കോടി സാധ്യതകളുണ്ട്. നിങ്ങൾക്ക് ചെയ്യാം. ഇപ്പോൾ ആ മാളെന്ത് ചെയ്യുന്നതിനെ പറഞ്ഞ അശ്വതി എന്താ പറഞ്ഞത്? എനിക്ക് ജർമ്മൻ പഠിപ്പിക്കുന്നതാണ് എൻ്റെ ഒരു സാധ്യത. അതുകൊണ്ട് ഞാൻ എൻ്റെ കൂട്ടുകാരെ വിളിച്ചിരുത്തിയിട്ട് അവർക്ക് ജർമ്മൻ B1 പഠിപ്പിച്ചു കൊടുക്കും. നമ്മൾ B2 പാസ്സായതാണ്. അപ്പോൾ അതുകൊണ്ട് B1 പഠിപ്പിച്ചു കൊടുക്കും. ഉടമ്പടിയിൽ എന്തുമാത്രം നന്മ പ്രവർത്തികളാണ് നടക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലേ ജുബിൻ എന്നും പറഞ്ഞൊരു സാക്ഷിയുണ്ട്. എൻജിനീയറിംഗ് സ്റ്റുഡൻ്റാണ്. 4 സപ്ലി ഉണ്ടായിരുന്നു കക്ഷിക്ക് ഉടമ്പടി എടുക്കുമ്പോൾ. അപ്പോൾ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ പുള്ളി അത് 7 സപ്ലി ആയിട്ട് കൂടി. അപ്പോൾ ജുബിൻ പറഞ്ഞേ അത് ഞാൻ മൈൻഡ് ചെയ്യില്ല. എന്താണ്? ഇപ്പം മാതാവിൻ്റെ കൂടെ ഉണ്ടല്ലോ. അപ്പോൾ ഉടമ്പടി എടുക്കുമ്പോൾ ഒരാളിനോടാണ് ചിലപ്പോൾ ഫസ്റ്റിൽ വണ്ടി ഒന്ന് അല്പം പുറകോട്ട് പോകും. മനസ്സിലായില്ലേ? എപ്പോഴും ശ്രദ്ധിച്ചേക്കണം. പക്ഷേ അത് നല്ല ജ്ഞാനമുള്ളത് കാരണം ഇവന് നല്ലൊരു ജ്ഞാനമുണ്ട്. അവൻ്റെ പഠിപ്പിനത്തെ ജ്ഞാനമുണ്ട്. അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. അമ്മ ഉണ്ടല്ലോ കൂടെ. ഇപ്പം സപ്ലി കൂടിയേ, 3 സപ്ലി കൂടി. പരീക്ഷയുടെ അരിയർ വന്ന് കൊടിശിക വന്ന് തോറ്റു. 7 നേരത്തെ 4 തോറ്റുള്ളൂ, ഇപ്പോൾ 7 തോറ്റു. പക്ഷെ അതുകൊണ്ട് അവന് പ്രശ്നമില്ല. പല ആൾക്കാർക്കും പ്രശ്നം ഇതാണ്, അയ്യോ ഞാൻ ഉടമ്പടി എടുത്തല്ലോ എന്നിട്ടിപ്പോൾ മുമ്പത്തൊക്കെ കടമായല്ല, മുമ്പത്തൊക്കെ പ്രശ്നമായല്ല എന്നല്ല. അങ്ങനെയല്ല. ഉടമ്പടി എടുത്തപ്പോൾ എന്താ ഉള്ളത്? അവൻ പറഞ്ഞ കറക്റ്റാണ് കാര്യം. ഇപ്പോൾ അമ്മ എൻ്റെ കൂടെ ഉണ്ടല്ലോ ഒന്ന്. അപ്പം ദൈവം എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഉടമ്പടിയുടെ ബേസിക്കായിട്ടുള്ള സംഭവം എന്താണ്? പ്രസൻസ് തന്നെയാണ്, ഒരു സംശയമില്ല. ഉടമ്പടിയുടെ ബേസിക്ക് ഇത് നമ്മൾ ഒറ്റയില്ല. കാര്യം മനുഷ്യൻ്റെ വിഷയം ആദ്യകാലം പോലെ അങ്ങനെയല്ലേ? ആദ്യകാലം പോലെ ഇപ്പം പുരുഷനെ സൃഷ്ടിച്ചപ്പോൾ ദൈവം എന്താ പറയണത്? മനുഷ്യന് ഏകനായിരിക്കണത്
അതൊരു നല്ല കാര്യമല്ലേ? കാര്യം ചിലപ്പോൾ അവന് നിരാശ കൊണ്ട് തന്നെ ചിലപ്പോൾ ആത്മഹത്യ ചെയ്ത് വരും. കാര്യം മനുഷ്യൻ്റെ ഒരു വിഷയം മനുഷ്യൻ്റെ ഒരു ക്രീച്ചർ ലെവലിൽ അങ്ങനെ ഏകസ്ഥമായിട്ട് അങ്ങനെ തുടരാൻ പാടാണ്. അതിനെന്ത് ചെയ്യും? അതിന് മനുഷ്യൻ രണ്ട് കാര്യം ചെയ്യും. ചില ആൾക്കാർ ചേർന്ന ഇണയെ മനുഷ്യമായിട്ട് തന്നെ കണ്ടെത്തും. ഭൂരിപക്ഷം പേര് അങ്ങനെ ചെയ്യും. ഞങ്ങളെപ്പോഴുള്ളവർ ദൈവസേവ ശുശ്രൂഷയായിട്ട് ദൈവസാന്നിധ്യം കണ്ടെത്തും. പക്ഷെ നിങ്ങൾക്കറിയാം, ഞങ്ങളെ ജയിക്കണ പാടിൽ നിങ്ങൾ ചിലപ്പോൾ തോറ്റുപോകണമെന്നല്ല ഞാൻ പറയണത്. അതായത് നിങ്ങളെ ഒരു ഇണയെ തിരഞ്ഞെടുത്തെന്ന് വിചാരിച്ചോ, ഈ ഇണയെ തിരഞ്ഞെടുത്തെന്ന് വിചാരിച്ചാലും ശരി, ഇണ ഉണ്ടെങ്കിലും ചില സമയത്ത് ഇണയില്ലാത്ത പോലെ നമുക്ക് ഫീൽ ചെയ്യും. ദൈവികതയിൽ അതില്ല. ഒരിക്കൽ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ എന്നും കുന്നും നമുക്ക് ബോധം ഉണ്ടെങ്കിൽ നമുക്കിതിനെക്കുറിച്ച് സത്യസന്ധമായിട്ടാണ് നമ്മൾ ജീവിതം കമ്മിറ്റ് ചെയ്തിരിക്കണമെന്നുണ്ടെങ്കിൽ ഈ സാന്നിധ്യത്തിന് ഗ്യാരണ്ടീഡാണ്. പക്ഷെ വിവാഹത്തിലുള്ള സാന്നിധ്യം ഗ്യാരണ്ടീഡ് അല്ല ശരിക്കും പറഞ്ഞാൽ. അതുകൊണ്ട് നല്ല ശരിക്കും റിസ്ക് ഇല്ലെങ്കിൽ വിവാഹ ജീവിതം ആധ്യാത്മിക ജീവിതത്തേക്കാൾ പാടായിട്ട് വരും. ഇപ്പം ഇന്നലെ ഒരു ചേച്ചി എന്നോട് പറഞ്ഞ്, അച്ഛാ എൻ്റെ ജീവിത പങ്കാളി മറ്റ് സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ട്, അവിശ്വസ്തതയാണെന്ന് പറഞ്ഞു. അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. ജീവിത പങ്കാളി കല്യാണം കഴിച്ചതാണ്. അപ്പോൾ എന്തായാലും ആ ചേട്ടൻ മറ്റ് സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചേച്ചിയോട് പറഞ്ഞ്, ചേച്ചിക്ക് എത്ര വയസ്സുണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു 43. ഞാൻ പറഞ്ഞ കണ്ടാൽ 63 തോന്നുന്നില്ല എന്ന് പറഞ്ഞു. അതെന്താ കാര്യം? എന്താ അങ്ങനെ പറഞ്ഞത്? ശരിയാണ്. ഞാൻ പോയി ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ പോയി ഡൈയെങ്കിലും ചെയ്യാൻ പറഞ്ഞു. എന്ന് വെച്ചാൽ അവരൊരു അമ്മാമ്മ പരുവത്തിലിരിക്കുകയും അവർക്ക് അതിൻ്റെ ആവശ്യമില്ലേ, മര്യാദയ്ക്ക് ജീവിക്കാവേ. നമ്മൾ ശ്രദ്ധിക്കണം അല്ലേ? നമ്മുടെ പുരുഷൻ അല്ലെങ്കിൽ നമ്മുടെ സ്ത്രീ മറ്റൊരു ജീവിത പങ്കാളി തേടി പോകുന്നത് എന്തുകൊണ്ടാണ്? പോകാതിരിക്കാനുള്ള പ്രാഥമിക നടപടി ആരാ ചെയ്യേണ്ടത്? നമ്മളാ ചെയ്യേണ്ടത്. നിങ്ങളുടെ വീടിൻ്റെ വാതിക്കൽ താക്കോൽ പോയിട്ട് കൃപാസന വാതിക്കൽ വന്ന് നോക്കിയാൽ താക്കോൽ കിട്ടുക. അതാണ് പ്രശ്നം. നിങ്ങൾ ചെയ്യാനുള്ള സംഭവം. ഞാൻ ഇവിടെ ചേച്ചിയോട് പച്ചമ നടത്തി പറഞ്ഞ്, എൻ്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയാവില്ല. അപ്പോൾ അവിടെ തന്നെ കാര്യങ്ങൾ പറയും. ദൈവികമായ കാര്യങ്ങളാണെങ്കിൽ ദൈവികമായിട്ട് സംസാരിക്കും, മാനുഷികമായ കാര്യങ്ങളാണെങ്കിൽ മാനുഷികമായിട്ട് സംസാരിക്കും. ഇപ്പോൾ പണ്ട് ഞങ്ങൾ അപ്പോൾ ഉടനെ ചേച്ചി കാര്യം മനസ്സിലായി. നിങ്ങൾ ചില ചേച്ചിമാരുടെ ഒരു പ്രശ്നത്തിൽ വന്നത്, ഇനിയിപ്പോൾ എന്നാ നോക്കാനാണ്, കെട്ടി കഴിഞ്ഞത് പറയുകയും ചെയ്ത്, ഇനിയിപ്പോൾ ആരാ ബോധിപ്പിക്കാനാണ്? അപ്പോൾ ഇത്രയും നാൾ നിങ്ങൾ ബോധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കെട്ടാൻ പോണവനെ ബോധിപ്പിക്കാൻ പോകുകയല്ല ഞാൻ. പക്ഷേ ഇനിയാണ് ബോധിപ്പിക്കൽ കൂടുതൽ വേണ്ടി വരണത്. വിവാഹ ജീവിതത്തിലുള്ള റിസ്ക് അതാണ്. ഈ കെട്ടിയവളെയും കെട്ടിയവനെയും മരണം വരെ ബോധിപ്പിക്കേണ്ടി വരും. അതുകൊണ്ട് വൃത്തിമനോട് ജീവിക്കണം, ബോഡി കറക്റ്റ് ചെയ്ത് ജീവിക്കണം. അതുപോലെ തന്നെ ഈ വിവാഹ ബന്ധത്തിൽ തന്നെ ശാരീരിക ബന്ധമുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം തന്നെ അതാണ്. ലക്ഷ്യങ്ങളിൽ ഒന്ന് അതാണ്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ ബോഡി കറക്റ്റായി നിൽക്കുക, അത് ഭംഗിയായിട്ടിരിക്കുക, ഷേപ്പായിട്ടിരിക്കുക. ഇതൊക്കെയെല്ലാം ദൈവം നമുക്ക് തന്ന വാഗ്ദാനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഏറ്റെടുത്തിട്ട് കടമയുടെ ഭാഗമാണ്. ഞാൻ എന്താ പറയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള ഓരോ വിഷയങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ ആദ്യം നമ്മൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. എന്നിട്ടാണ് ദൈവദരിസനത്തിൽ ഈ വിഷയം അവലാദ്യമായിട്ട് വെക്കേണ്ടത്. നമ്മൾ ചെയ്യേണ്ടതിനെ കൊന്ന നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇനിയിപ്പോൾ 2 പിള്ളേരായിപ്പോയി, ഇപ്പം എന്നാ നോക്കാനാ, ആരെ ബോധിപ്പിക്കാനാണെന്ന്. ജീവിതകാലം മൊത്തം ബോധിപ്പിക്കലല്ലേ? ബോധിപ്പിക്കാതെ എങ്ങനെ ജീവിക്കും? പഞ്ചായത്തുകാരെ ബോധിപ്പിക്കാതെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് താമസിക്കാൻ പറ്റുമോ? നിങ്ങളൊന്ന് വീടിൻ്റെ ഒരു ഇറക്കം എടുത്തു നോക്കിയേ. പഞ്ചായത്തുകാർ അപ്പോൾ ഒന്നും പറയും ബോധിപ്പിക്കാൻ ജീവിക്കാം. പച്ച വെള്ളം വേണമെന്നുണ്ടെങ്കിൽ വാട്ടർ അതോറിറ്റിയെ ബോധിപ്പിക്കാൻ ജീവിക്കാൻ പറ്റുമോ? ഇല്ല. എല്ലാം ബോധിപ്പിച്ചേ ജീവിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ജീവിതകാലം മുഴുവൻ മനുഷ്യനെയും ദൈവത്തെയും ബോധിപ്പിച്ച് മാത്രമേ ഈ പച്ചയായിട്ടുള്ള ജീവിത യാഥാർത്ഥ്യങ്ങളെ ഓവർടേക്ക് ചെയ്തിട്ട് കാര്യമില്ല. അതിനെ ഫേസ് ചെയ്യാണ് വേണ്ടത് ബുദ്ധിപൂർവമായിട്ട്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. സ്നേഹമേ അങ്ങേക്കൊരായിരം സ്തോത്രമേകാം. ഓ ദിവ്യകാരുണ്യ സ്നേഹമേ അങ്ങേക്കൊരായിരം
പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഈ ആധ്യാത്മികത നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ചില മനുഷ്യർ ആധ്യാത്മികത സ്വീകരിക്കാൻ ഇത്തിരി താമസിക്കും. അപ്പം അവരോട് നിങ്ങൾ ഓർക്കും ജോസഫ് അച്ഛൻ എന്താ ഇങ്ങനെ ജഡികമായിട്ട് സംസാരിക്കണമെന്ന് ചോദിക്കും. ചിലങ്ങനെ മനസ്സിൽ വിചാരിക്കുമെന്നുണ്ടാകും, ഇങ്ങനെയാണോ ഇതിൻ്റെ ഉത്തരം, ഇതിങ്ങനെ തന്നെയാണ് ഇതിൻ്റെ ഉത്തരം. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ മനുഷ്യന്മാർ പലരും ഈ ക്രിസ്തുവിനെ സ്വീകരിക്കുന്നതിൻ്റെ കാര്യത്തിൽ ഡിഗ്രീസ് ഓഫ് വേരിയേഷൻസ് ഒത്തിരി ഉണ്ട്. എല്ലാവരും ഒരേ രീതിയിലല്ല. ഇപ്പം നല്ലവണ്ണം ക്രിസ്തുവിനെ സ്വീകരിച്ചവരാണെങ്കിൽ അവർക്ക് പിന്നെ ഈ പ്രശ്നമില്ലല്ലോ, അവർ വേറെ ജീവിത പങ്കാളിത്തർക്ക് പോകത്തില്ലല്ലോ, ഇല്ലേ? നല്ലവണ്ണം ക്രിസ്തുവിനെ സ്വീകരിച്ചവരാണെങ്കിൽ പോകത്തില്ല. ക്രിസ്തുവിനെ സ്വീകരിക്കാത്ത ഭർത്താക്കന്മാരില്ലേ, ഭാര്യമാരില്ലേ? ഉണ്ടല്ലോ. അതായത് ഇപ്പം വചനെടുത്ത് 1 കൊറിന്ത്യൻസ് 2:14 എടുത്ത് ശ്രുതികട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. 1 കൊരിന്തോസ് 2:14. 1 കൊരിന്തോസ് 2:14. ലൗകിക മനുഷ്യന് അതേ കിടക്കണം. എന്താണ് സംഭവം? ലൗകിക ഒന്ന് പറഞ്ഞേ. ലൗകിക മനുഷ്യന് ദൈവാത്മാവിന്റെ ദാനങ്ങൾ ഭോഷത്വമാകയാൽ വേറെ ചെടുത്തിമാരെ തിരക്കി പോണ ആ മനുഷ്യനോട് ഉടമ്പടിയെ കുറിച്ച് പറഞ്ഞാൽ ഏക്കുക. എന്താ? അയാൾ ലൗകിക മനുഷ്യനാണ്. അയാൾ ചിലപ്പോൾ കത്തോലിക്കനാകാം, പക്ഷേ അയാൾ ലൗകിക മനുഷ്യനാണ്. കാര്യം എന്താണ്? യഥാർത്ഥ ക്രിസ്ത്യാനി ജീവിത പങ്കാളിയെ വഞ്ചിക്കത്തില്ല. ഉറപ്പല്ലേ? പിന്നെ പക്ഷെ അവൻ ക്രിസ്തുവിനെ സ്വീകരിക്കാൻ ആകണം. ക്രിസ്തുവിനെ സ്വീകരിച്ച ആളെ അതുകൊണ്ടാണ് പറയുന്നത്. എന്ത് വായിച്ച് ലൗകിക മനുഷ്യന് ദൈവാത്മാവിന്റെ 1 കൊരിന്ത്യൻസ് 2:14 ഏറ്റു പറഞ്ഞ് ലൗകിക മനുഷ്യന് ദൈവാത്മാവിന്റെ ദാനങ്ങൾ ഭോഷത്വമാകയാൽ അവൻ അത് സ്വീകരിക്കുന്നില്ല. ഈ ദാനങ്ങൾ ആത്മീയമായി വിവേചിക്കപ്പെടേണ്ടവയാകയാൽ അവ ഗ്രഹിക്കാനും അവന് സാധിക്കുന്നില്ല. അപ്പൊ ഈ സീറോ ആയിട്ടുള്ള വിശ്വാസത്തെ ഉള്ള ആൾക്കാരെ ഉടമ്പടിയിലൂടെ പതുക്കെ കാര്യം ഇന്ന് സീറോ ഫെയ്ത്തിലിരിക്കുന്ന ആൾക്കാരെ പെട്ടെന്ന് ഉടമ്പടിയിൽ ഇപ്പം നമുക്കറിയാമല്ലോ. ഇപ്പം 8ാം ക്ലാസ് വെച്ച് 6ാം ക്ലാസ് വെച്ച് പഠനം നിർത്തിയെന്ന് വിചാരിച്ചോ? ഇല്ലേ? അവർക്ക് 10ാം ക്ലാസ് അവരുടെ വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 10-32 വയസ്സായിട്ടുണ്ടെങ്കിൽ ഗവൺമെൻറ് അവർക്കൊരു പ്രൊവിഷൻ കൊടുക്കും. എന്താണ്? 10ാം ക്ലാസ് നിങ്ങൾക്ക് എഴുതാവുന്ന. ഇപ്പോൾ ഉണ്ടായിരുന്നല്ലേ? അങ്ങനെ ഉണ്ടൊരു നിയമം അല്ലേ? ഇതുപോലെ തന്നെയാണ് BAയും MAയും ഒക്കെ. അവന് +2 പണ്ട് പാസ്സായതാണ്. പിന്നെ കുറേ കാലത്ത് ഗ്യാപ്പ് വന്നുപോയി. ഇപ്പോൾ വയസ്സ് കയറുകയാണെങ്കിൽ ഗവൺമെൻറ് അവർക്ക് MA എഴുതാനുള്ള അനുവാദം കൊടുക്കും. ഉടമ്പടി ഇതാണ് സംഭവം. ഉടമ്പടി ചെയ്യണത് ഇതാണ്. എന്താ കാര്യം? നിങ്ങൾക്ക് ഫെയ്ത്തിനൊപ്പം ക്രൊണോളജിക്കൽ ഇയർ നിങ്ങളുടെ വയസ്സിനൊപ്പം നിങ്ങളുടെ ഫെയ്ത്ത് ഇയർ വളരുന്നില്ലെന്ന് വിചാരിച്ചോ? നിങ്ങളുടെ വയസ്സിനൊപ്പം ഇപ്പം നിങ്ങൾക്ക് 40 വയസ്സുണ്ട്. പക്ഷെ 40 വയസ്സുണ്ടെങ്കിലും പണ്ടത്തെ കർത്താവിൻ്റെ മാലാഖ്യം കലാപരിപാടിയൊക്കെ കയ്യിലുള്ളു. മനസ്സിലായില്ലേ? എന്ന് വെച്ചാൽ 8 വയസ്സിൻ്റെ ആധ്യാത്മിക വളർച്ചയേ ഉള്ളൂ. വയസ്സ് 40-40 നിങ്ങളുടെ ക്രൊണോളജിക്കൽ ഇയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജഡിക വളർച്ച, ജഡിക വയസ്സ് ആധ്യാത്മിക വയസ്സിൻ്റെ ചിലപ്പോൾ 5 ഇരട്ടിയാകാം. 8 40. 8 വയസ്സിൽ നിങ്ങൾക്ക് ഉണ്ടായിരുന്ന 8 വയസ്സെന്ന് പറയുമ്പോൾ 3ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ആ 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് നമ്മൾ കർത്താവിൻ്റെ മാലാഖി കാര്യങ്ങളൊക്കെ പഠിക്കണത്, വേദപുസ്തകം പഠിക്കണത്. പിന്നെ ആ മേഖലയിൽ പഠനങ്ങളൊന്നുമില്ല. വയസ്സിപ്പോൾ 40 ആയി. ഇപ്പോൾ എന്താ പറ്റിയിരിക്കണത്? ജഡിക വയസ്സ് വളർന്ന് വിശ്വാസ വളർച്ച 8ാം ക്ലാസ് വരെയേ ഉള്ളൂ. മനസ്സിലായ? ഇനി നമ്മൾ 40 വയസ്സിൻ്റെ പരീക്ഷ ഒപ്പം എഴുതണം. ഒറ്റ ഉടമ്പടിയിലാണ് നമ്മൾ സംഭവിക്കണത്. ഇത് ഒറ്റ ഉടമ്പടിയിൽ അവൻ പറയണ പോലെ വചനം ജീവിച്ച് കഴിയുമ്പോൾ എന്നാ പറ്റും? 2 ദിവസത്തിനുള്ളിൽ തന്നെ ഇവന് വിശ്വാസ വളർച്ച 40 വയസ്സ് വരെ എത്തും. ശ്രുതികട ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ഞങ്ങളുടെ ക്രോണോളജിയൊപ്പം തന്നെ വളരുവാൻ കൂടുതൽ വളരുവാൻ ആരാധനകളോട് ഞങ്ങൾ അഭിഷേകം. അതായത് ഈ ഉടമ്പടിയുടെ ഏറ്റവും വലിയ
ശക്തി എന്ന് പറയണത് ഇത് എത്ര ആധ്യാത്മികമായിട്ട് തോറ്റ് തുന്നമ്പാടി കിടക്കുന്നവനെയും അത് വൃത്തിമെനയായിട്ട് ഉടമ്പടിയിലേക്ക് അവന് അത് പ്രയോഗത്തിൽ കൊണ്ടുവരുമ്പോൾ പെട്ടെന്ന് ഇവൻ്റെ ഫെയ്ത്ത് ഇയർ അവൻ്റെ വയസ്സിനേക്കാൾ കൂടുതലാകും. നമുക്കറിയാമല്ലോ, എപ്പോഴും ഇപ്പം നമ്മളൊരു ലെൻസ് ഒരു തീപ്പെട്ടിക്കൊള്ളി എടുത്ത് വെച്ചു. അപ്പോൾ നമ്മൾ എന്നിട്ട് ലെൻസ് എടുത്തിട്ട് സൂര്യന് നേരെ പിടിച്ചു. അപ്പോൾ ലെൻസ് പിടിക്കുമ്പോൾ തന്നെ തീപ്പെട്ടിക്കൊള്ളി കത്തത്തില്ല അല്ലേ? ആ ലെൻസിൻ്റെ സൂര്യപ്രകാശം ഫോക്കസ് ചെയ്തിട്ട് ആ മരുന്നിലേക്ക് ഒരു കുറച്ച് നേരം അങ്ങനെ ഫോക്കസ് ചെയ്യുമ്പോൾ തീപ്പെട്ടിക്കൊള്ളിയുടെ മരുന്ന് വശം പുകഞ്ഞ് കത്തും. അതുപോലെ ഉടമ്പടി കൃത്യതയിലേക്ക് അവൻ പറയണ പോലെ ചെയ്യുമ്പോൾ ആ ചെയ്യാൻ പറ്റിയ ദൈവസ്നേഹം ഉണ്ടാകണം, ആ ചെയ്യാൻ പറ്റിയ ദൈവവിശ്വാസം ഉണ്ടാകണം, ആ ചെയ്യാൻ പറ്റിയ ദൈവപ്രത്യാശ ഉണ്ടാകണം. ഇതിന് അറിവിൻ്റെ പ്രത്യാശയുണ്ട്, അഭിഷേക പ്രത്യാശയുണ്ട്. അതാണ് വിഷയം. ഒരു വിഷയം നമ്മൾ അറിവിൽ ചെയ്യുമ്പോൾ അറിവിൻ്റെ പ്രത്യാശ ഉണ്ടാകത്തുള്ളൂ. ഒരു വിഷയം നമ്മൾ അനുഭവത്തിൽ ചെയ്യുമ്പോൾ അഭിഷേക പ്രത്യാശ ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ പറയാം, അച്ഛാ മനസ്സിലാകണില്ലെന്ന് പറയും. ഞാൻ അത് മനസ്സിലാക്കി തരാം. അതെന്താ ഇപ്പോൾ സംഭവം വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ദൈവസ്നേഹത്തോടെയാണ് നിങ്ങൾ അവൻ പറയണ പോലെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് നമുക്ക് ദൈവത്തെ അനുഭവിക്കാൻ പറ്റും. ദൈവസ്നേഹത്തോടെയാണ് നമ്മൾ ഓരോ വിഷയവും. ഇപ്പോൾ ഈ അദ്ദേഹത്തിൻ്റെ പ്രൊഫസർ ടോയ് തോമസ്, വൈഫിൻ്റെ അസുഖം അറിയാമല്ലോ. വൈഫിൻ്റെ ചെറിയ അസുഖമൊന്നുമല്ല. ആ വൈഫിൻ്റെ അസുഖം ആദ്യം ലിംഫോമ എന്ന് പറയുന്ന മുഴയുന്ന ക്യാൻസർ ആണെന്നാണ് ആദ്യം ഡിക്റ്റേറ്റ് ചെയ്തത്. പക്ഷേ അതിൻ്റെ സ്കാനിങ് റിപ്പോർട്ട് വന്നപ്പോൾ എന്താ സംഭവിച്ചിരിക്കണമെന്ന് അറിയാം. അത് ആ രോഗം അഡിനോ കസിനോവ എന്ന് പറഞ്ഞ അതായത് ക്യാൻസറിൻ്റെ 5ാം സ്റ്റേജായി. 5ാം സ്റ്റേജായെന്ന് വെച്ചാൽ പിന്നെ ഇനി അതിന് മരുന്നില്ല, അതിന് റേഡിയേഷൻ ഇല്ല, കീമോ ഇല്ല, ഓപ്പറേഷൻ ഇല്ല, ഒന്നുമില്ല. ആകപ്പാടെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മരണം വരെയുള്ള പാലിയേറ്റീവ് കെയർ മാത്രമേ ഉള്ളൂ. ഈ പ്രൊഫസറിൻ്റെ വൈഫിൻ്റെ അവസ്ഥയാണ് പെട്ടെന്ന് പാലിയേറ്റീവ് കെയറിൽ മാത്രമായിപ്പോയി. കാര്യം ആ രോഗത്തിന് മരുന്നില്ല, കീമോ ഇല്ല, റേഡിയേഷൻ നടക്കത്തില്ല, ഓപ്പറേഷൻ ഇല്ല. അപ്പോൾ ഇതെല്ലാം ഈ ഒരു സിറ്റുവേഷനിലാണ് വൈഫും പ്രൊഫസർ ടോയ് തോമസും കൂടി ഉടമ്പടി എടുക്കുന്നത്. അതായത് ഒരു ക്യാൻസറിന് അതിന് ആ 5th സ്റ്റേജിലാണ് വന്നിരിക്കുന്നത്. അതിന് ഓപ്പറേഷൻ ഇല്ല, കീമോ നടക്കാൻ പറ്റത്തില്ല, പിന്നെ ഓപ്പറേഷനും ഇല്ല, റേഡിയേഷനും ഇല്ല. അപ്പം പിന്നെ എന്താ ഉള്ളത്? മരണത്തിനായി കാത്തിരിക്കുക, ഒരുങ്ങുക മാത്രമേ ഉള്ളൂ ആ വിഷയം. അപ്പം ആ ഒരു സിറ്റുവേഷനിൽ ഈ പ്രൊഫസർ എന്താ ചെയ്യണത്? പ്രൊഫസർ പറയണത്, ഞാനീ പത്രം ഓരോ വീട്ടിലും കൊണ്ടുപോയിട്ട് കർത്താവിനെക്കുറിച്ചും ഞങ്ങളുടെ അനുഭവത്തെക്കുറിച്ചും അവരോട് സംസാരിക്കുമെന്നാണ്. ഇത് ആദ്യം തുടങ്ങിയ പരിപാടിയാണ്, വെറുതെ കൊണ്ടേ കൊടുക്കുകയല്ല. ഈ അറിവിൻ്റെ പ്രത്യാശയും അഭിഷേകത്തിൻ്റെ പ്രത്യാശയും തമ്മിൽ വ്യത്യാസമുണ്ട്. കാര്യം എന്നിട്ട് ഇവർ പറയുന്നത്, അതായത് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമെന്ന് വൈഫിന് പ്രത്യാശ ലഭിച്ചു. ഇവർക്ക് രണ്ടുപേർക്കും പ്രത്യാശ ലഭിക്കുന്നുണ്ട്. നമ്മളെപ്പോഴും പ്രത്യാശ എന്ന് പറയുമ്പോൾ ഉടനെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു അറിവിൻ്റെ പ്രത്യാശയുണ്ട്, അഭിഷേകത്തിൻ്റെ പ്രത്യാശയുണ്ട്. അറിവിൻ്റെ പ്രത്യാശ ഉണ്ടെങ്കിലും നമ്മുടെ ഉള്ളിൽ ഒരു നിരാശ ഉണ്ടാകും. മനസ്സിലായില്ലേ? അറിവ് മൂലം ഉണ്ടാകുന്ന പ്രത്യാശയും ഒരു ആത്മീയ പ്രത്യാശ അല്ലത്. അതൊരു സെക്യുലറായിട്ടുള്ള ഹോപ്പാണ്, അറിവിൽ നിന്ന് നമുക്കുണ്ടാകുന്ന ഹോപ്പാണ്. പക്ഷേ യഥാർത്ഥ ഹോപ്പ് അനോയിൻറ്റഡ് ഹോപ്പ് എന്ന് പറയും. എന്താണ്? റോമ 5:5 എടുത്ത്, പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല, കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. അതാണ് പ്രശ്നം. ഇത് അറിവിൻ്റെ പ്രത്യാശ അല്ല. ഇത് വെച്ചുകൊണ്ട് പ്രത്യാശ എന്ന് പറഞ്ഞുകൊണ്ട് വാപിളിച്ചിട്ട് കാര്യമില്ല. ഇതെന്ന് പറയണത് പരിശുദ്ധാത്മാവിനാൽ നിറയുമ്പോൾ നമ്മൾ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ നമ്മിൽ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ ദൈവത്തിന്റെ സ്നേഹമെന്തെന്ന് നമ്മൾ അറിയുന്നു. ഇതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അതായത് സാധാരണ കേവലമായ അറിവിലൂടെ ഒരു പ്രത്യാശ ഉണ്ടാകും, അത് ബുദ്ധിപരമായ ഒരു പ്രത്യാശയാണ്. പക്ഷേ ദൈവദാനമായ പ്രത്യാശ എന്ന് പറയുന്ന പുള്ളി
അതിൽ പരിശുദ്ധാത്മാവിൻ്റെ കണ്ടൻറ്റ് വൈസ് റിച്ചായിരിക്കും. അതുകൊണ്ടാണ് നമുക്ക് നിരാശ തോന്നാത്തത്. പല പ്രത്യാശ, ഇപ്പോൾ ഒരു കല്യാണം വിട്ടുപോയി, കല്യാണം വിട്ടുപോകുമ്പോൾ അമ്മ പറയും സാരമില്ല, അവൻ പോയാൽ വേറെ തന്നെ അതിനേക്കാളും നല്ല ദൈവം തരും. ആ ശരിയാണ് മമ്മി എന്ന് പറയും. അതെന്താണ്, എന്നാലും നല്ലതായിരുന്നു, അവന് PR ഉണ്ടായിരുന്നു. മനസ്സിലായില്ലേ? ഇതാണ് അലങ്കോല പ്രത്യാശ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു കല്യാണം സെറ്റായി, പക്ഷെ അത് വിട്ടുപോയപ്പോൾ ഇവക്ക് ഇത്രയും നാൾ അവർ ബോണൊക്കെ വിളിച്ചായിരുന്നു, ഭയങ്കര വർത്തമാനമൊക്കെ ആയിരുന്നു, ഇപ്പം കെട്ടിയതുപോലെയാണ് അവർ പോയത്. പക്ഷേ സംഗതി പൊളിഞ്ഞു പോയപ്പോൾ പിന്നെ ഇവക്ക് ഭക്ഷണവും വേണ്ട, ഉറക്കവും ഇല്ല, അവൾക്ക് ഭ്രാന്തിയെപ്പോലെ അവിടെ ഇരിക്കുകയാണ്. അപ്പം മമ്മി വന്ന് അവളോട് പറയണേ, എടി ഇതിപ്പോൾ അവൻ പോട്ടെ, അവന് വേറെ വല്ല കേസൊക്കെ ഉണ്ടാകും, ദൈവം അത് നമ്മുടെ കണ്ണിൽ കൊള്ളാനുള്ള പുരുകത്തിലാക്കി തന്നതാണെന്നൊക്കെ പറഞ്ഞ് മമ്മിയുടെ കാറ്റഗറിസ് അടിച്ച് അവളെ ഏൽപ്പിക്കും. ഇതിനേക്കാൾ നല്ലത് നമുക്ക് വരും, അതല്ലേ ദൈവം ഇത് മാറ്റിയതെന്നൊക്കെ. ഇതൊക്കെ മാനുഷികമായിട്ട് പറഞ്ഞ് പറ്റിക്കാവുന്നല്ല, വലിയ കഥയൊന്നുമില്ല. ആ തൽക്കാലത്തേക്കുള്ള സുഖം കൊടുക്കുന്നേ ഉള്ളൂ. ഇതിന് അറിവിൻ്റെ പ്രത്യാശ എന്ന് പറയും. അപ്പോൾ ഇവൾ പറയും, ആ ശരി മമ്മി, ഇനി ഞാൻ വിഷമിക്കത്തില്ല, ഞാൻ ഭക്ഷണം കഴിച്ചോളാം എന്ന് പറഞ്ഞാലും അവൾ ഭക്ഷണം കഴിക്കും. പക്ഷേ എന്ത് പറ്റും, നിരാശ അവളുടെ ഉള്ളിൽ. ഇപ്പോൾ നല്ലതായിരുന്നത്, അതിന് അതിന് PR കിട്ടുമായിരുന്നു, ഇനി വലിയ കുഴപ്പമൊന്നുമില്ല, ഇനി ഏത് കാലമാടനാണോ വരാൻ പോണത് എന്നൊക്കെ ഓർത്തിട്ട് അവൾക്ക് ഭയങ്കര സംഘർഷം ഉണ്ടാകും. ഇങ്ങനെ ഈ ഒരു വിഷയത്തിനാണ് നമ്മൾ നിരാശ ഉണ്ടാകും, പ്രത്യാശ ഉണ്ടാകും, പക്ഷെ അതേസമയം തന്നെ നിരാശ തോന്നിക്കുകയും ചെയ്യും. ഇവിടെ പരിശുദ്ധാത്മാവിന് പ്രത്യേകിച്ച് റോളൊന്നുമില്ല. അപ്പുറത്തെ കാര്യം എന്താണെന്ന്, ഇപ്പം ഈ മമ്മി പറഞ്ഞിട്ടുണ്ടായിരിക്കുന്ന പ്രത്യാശ മാനുഷികമായ അറിവിൻ്റെ പ്രത്യാശയാണ്. പക്ഷെ നമുക്ക് വേണ്ടത് എന്താണ്? അഭിഷേകത്തിൻ്റെ പ്രത്യാശയാണ്. അഭിഷേകത്തിൻ്റെ പ്രത്യാശ എങ്ങനെയാണ് വരണത്? ദൈവസ്നേഹത്തിൽ നിന്നാണ് ഉണ്ടാകണത്. നിങ്ങൾ പത്രം കൊടുത്തു എന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ദൈവാനുഗ്രഹം കിട്ടണമെന്ന് നിർബന്ധമില്ല. കൊടുക്കണം എന്താണ്? ദൈവസ്നേഹത്തോടെ കൊടുക്കണം. പറഞ്ഞ മനസ്സിലായില്ലേ? കാര്യം ഇതിൻ്റെ എല്ലാം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഉടമ്പടിയുടെ ഓരോ കാര്യവും ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ചെയ്യുന്ന. ഇപ്പോൾ രോഗികളെ നിങ്ങളെ പോയി കാണുന്നു, അല്ലേ? രോഗികളെ പോയി കാണുന്നു. അതുപോലെ തന്നെ നിങ്ങൾ വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾ പൈസ ഇല്ലാത്തവർക്ക് പൈസ കൊടുക്കുന്നു. ഇതൊക്കെ നിങ്ങൾക്ക് സാങ്കേതികമായിട്ടൊക്കെ ചെയ്യാൻ പറ്റും, ആരും ചെയ്യണതാണിത്. പക്ഷേ അതല്ല പ്രശ്നം. ഉടമ്പടിയിൽ അത് ചെയ്യുമ്പോൾ അത് ദൈവികമാകണമെന്നുണ്ടെങ്കിൽ ദൈവസ്നേഹത്തിലൂടെ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ ദൈവസ്നേഹത്തോടെ ചെയ്യുമ്പോഴാണ് ദൈവികമായ, ഇപ്പം നമ്മൾ ഫെയ്ത്ത്, ഹോപ്പ് ആൻഡ് ചാരിറ്റിക്ക് ദൈവിക പുണ്യങ്ങളെന്നാണ് പറയണത്. അപ്പോൾ അതിനെ ദൈവിക പുണ്യമെന്ന് പറയാൻ കാര്യം എന്താണ്? ഈ സംഭവം തന്നെ ഓപ്പൺ മാർക്കറ്റിൽ കിട്ടും പുണ്യങ്ങൾ. നമ്മളതിനെ പുണ്യങ്ങളെന്നല്ലേ വിളിക്കുന്നത്. പ്രത്യാശയൊക്കെ മനുഷ്യന്മാർക്കുണ്ടല്ലോ, അത് കെട്ടിയെടുത്ത് ക്രിസ്ത്യാനി ആയിട്ടില്ലെങ്കിലും പ്രത്യാശ ആൾക്കാർക്കുണ്ടല്ലേ, മാനുഷികമായ പ്രത്യാശ ഉണ്ട്. എന്തുകൊണ്ടാണ് ഇതിനെ ദൈവിക പുണ്യങ്ങളെന്ന് വിളിക്കാൻ കാര്യം എന്താണ്? ദൈവദത്തമായ പുണ്യങ്ങളാണ്. അതായത് പരിശുദ്ധാത്മാവിന് ദാനമായിട്ട് ലഭിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ് പൗലോസ് 5:5 പറയണത്, പ്രത്യാശ നമ്മളെ നിരാശരാക്കുന്നില്ല. പറഞ്ഞേ, പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. നമ്മൾ ചിന്തിയിരിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ, ദൈവത്തിന്റെ സ്നേഹം എന്തെന്ന് നമ്മൾ അറിയുന്നു. അപ്പോൾ പ്രത്യാശ നമ്മൾ അനുഭവിക്കുമ്പോഴും അടിസ്ഥാനപരമായിട്ട് നമ്മൾ അനുഭവിക്കുന്നത് എന്താണ്? ദൈവത്തിൻ്റെ സ്നേഹമാണ്. ഈ പ്രൊഫസർ ടോയ് തോമസിൻ്റെ വൈഫ്, അവർക്ക് അവർ പാലിയേറ്റീവ് കീമോയാണ് എടുത്തത്. വെച്ച് കഴിഞ്ഞാൽ അത് നല്ല മോർഫിനൊക്കെ അടിച്ചുള്ള ഒരു കീമോയാണ് ആ സംഭവം. അപ്പം അത് ഒരു മരവിപ്പ് തോന്നുന്നു, അത്രേ ഉള്ളൂ. രോഗം സുഖമാക്കുകയില്ല. രോഗത്തിൻ്റെ മരുന്നൊന്നും ഇല്ല, ആ രോഗത്തിന് മരുന്നില്ല, ഓപ്പറേഷൻ ഇല്ലെന്ന് പറഞ്ഞില്ല, റേഡിയേഷൻ ഇല്ല, കീമോയും ഇല്ല. പക്ഷേ ഇത് കഴിയുമ്പോൾ ഇവർക്ക് നല്ല പ്രത്യാശ കിട്ടും. ഇവർ പറയുന്ന വാക്കതാണ്, ഇങ്ങനെയൊക്കെ ഇത്രയും വലിയ ചികിത്സയാണെങ്കിലും എനിക്ക് നല്ല പ്രത്യാശ ഉണ്ടെന്ന്. ആ പ്രത്യാശ എന്ത് പ്രത്യാശയാണ്? പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യാശയാണ്, ദൈവികമായ പ്രത്യാശയാണ്. ഇവരെന്നോട് ചോദിക്കും, ഇവർ കണ്ണാടി നോക്കി ചോദിക്കണം, കർത്താവേ എൻ്റെ മുടി എന്താണ് കൊഴിയാത്തതെന്ന്. കീമോയൊക്കെ എടുക്കുന്നുണ്ട്, പക്ഷെ മുടി കൊഴിയണില്ല. കാര്യം നീ അഗ്നിയിലൂടെ നടക്കും, അഗ്നി നിന്നെ വിഴുങ്ങത്തില്ല. അഭിഷേക വിധിപ്രകാരമുള്ള പ്രത്യാശയാണ്. ഇത് ദൈവത്തിന് സാധിക്കുന്നത്, നമ്മൾക്ക് സാധിക്കുന്നത് ഉടമ്പടിയിലൂടെയാണ്.
ദൈവികമായി ദാനം നമുക്ക് അവകാശമാക്കുന്നത് എങ്ങനെയാണ്? അവൻ പറയണത് പോലെ ചെയ്യുമ്പോഴല്ല, അവൻ പറയണത് പോലെ ദൈവസ്നേഹത്തോടെ ചെയ്യുമ്പോഴാണ്. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, ഉടമ്പടി നിബന്ധനകള് ഏറ്റവും പ്രത്യാശയോടെ ദൈവസ്നേഹത്തോടെ ചെയ്യുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ആത്മാവേ വരേണമേ, ആശ്വാസത്തിൻ ആത്മാവേ വരേണമേ, വിശ്വാസത്തിൻ ആത്മാവേ വരേണമേ, ആശ്വാസത്തിൻ ആത്മാവേ വരേണമേ, പരിശുദ്ധാത്മാവേ പാവനാത്മാവേ എൻ്റെ ഹൃദയത്തിൽ വന്നു വാഴണേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ കൈ നെഞ്ചത്ത് വെച്ചൊന്ന് ആത്മാർത്ഥത്തോടെ പ്രാർത്ഥിച്ചേ. കർത്താവേ, കർത്താവേ, ഞങ്ങൾക്കെല്ലാവർക്കും അഭിഷേക വിധി പ്രകാരമുള്ള പ്രത്യാശയുടെ അഭിഷേകം ലഭിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിലെ അങ്ങയുടെ തിരുസന്നിധിയിൽ വെച്ചിട്ടുള്ള വിഷയങ്ങള് അങ്ങയുടെ കാലത്ത് നടക്കുന്നത് വരെ പ്രത്യാശയോടെ ജീവിക്കുവാൻ ഞങ്ങൾക്ക് ദൈവസ്നേഹ സ്നിഗ്ധമായ പ്രത്യാശയാൽ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വാസത്തിൻ ആത്മാവേ വരേണമേ, ആശ്വാസത്തിൻ ആത്മാവേ വരേണമേ, വിശ്വാസത്തിൻ ആത്മാവേ വരേണമേ, ആശ്വാസത്തിൻ ആത്മാവേ വരേണമേ, പരിശുദ്ധാത്മാവേ പാവനാത്മാവേ എൻ്റെ ഹൃദയത്തിൽ വന്നു വാഴണേ. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഉടമ്പടിയെ ഇങ്ങനെ ഒക്കുമെങ്കിലും ഒക്കട്ടെ, നമുക്ക് ചെയ്ത് നോക്കാം. നിങ്ങൾ അങ്ങനെ ഒരു അംബിഗസ് ഹൈപ്പോത്തറ്റിക്കലായിട്ട് ഒരു സാങ്കല്പികമായിട്ട് ചെയ്യുമ്പോഴാണ് നിങ്ങൾ ശരിക്കും ഉടമ്പടി എടുത്ത് പണി മേടിക്കണത്. കാര്യം എന്താണ്? നിങ്ങൾ ദൈവത്തെ പരീക്ഷിക്കുകയാണ്. ചില ആൾക്കാരെന്ത് ചെയ്യും? അവർ ഉടമ്പടിയെക്കുറിച്ച് നല്ലവണ്ണം പഠിക്കും. ആദ്യം സാക്ഷ്യങ്ങളെല്ലാം കേട്ട് മനസ്സിൽ ഉറപ്പാക്കും. എന്നിട്ടെന്താ? ഒറ്റ ചെയ്താണ്. അവർ ഒറ്റ ചെയ്താണ്. ഉടമ്പടിക്ക് മുമ്പ് തന്നെ അവരിവിടെ വരുന്ന മുമ്പ് തന്നെ അവർ പോയി കുമ്പസാരിക്കും. അവർ ഇന്നലെ കേട്ട സാക്ഷ്യം എന്താണ്? ഞാൻ ഉടമ്പടിക്ക് മുമ്പ് തന്നെ 1 മാസമേ ഉടമ്പടിക്ക് എന്നെ ഒരുക്കിയെന്ന്. അതാണ് സംഭവം. ഞാൻ ഉടമ്പടി ചെയ്യുന്നതിന് 1 മാസം മുമ്പ് തന്നെ ഞാൻ ഉടമ്പടിയിലാണെന്ന രീതിയിൽ ജീവിക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞിരിക്കുക. എന്താണ്? സത്യസന്ധമായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം അങ്ങനെ വരണ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ലാഗിങ് വരത്തില്ല. പക്ഷേ ലാഗിങ് വന്നില്ലേലും ഇങ്ങനെയുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ആന്തരിക അഭിഷേകമുള്ള കാരണം അവർക്ക് ടൈം പ്രശ്നമല്ലാതെ വരും. ഒരു കംപ്ലൈൻറ്റും ചെയ്യത്തില്ല. എന്താ കാര്യം? അതിന് ടൈം ആകുമ്പോൾ കർത്താവ് കൃത്യമായിട്ട് അത് ചെയ്യും. ഇപ്പം എന്താ വിഷയം എന്ന് പറയണത്? ഇപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ഈ പറഞ്ഞ പ്രൊഫസർ ടോയ് തോമസിൻ്റെ വിഷയം തന്നെ എടുക്കുക. ആ ചേട്ടായി എന്താ ചെയ്യണത്? അവർ കോളേജ് പ്രൊഫസറാണ്, പക്ഷേ ഇവരും അതുപോലെ തന്നെ ടീച്ചറാണ്. പക്ഷെ അവരെന്ത് ചെയ്യും? അവർ ഈ സിറ്റുവേഷനിലും മറ്റുള്ളവർക്ക് ഈ പത്രങ്ങളെ കൊണ്ടുപോയി എല്ലായിടത്തും പറഞ്ഞിട്ട് അവരുടെ അനുഭവങ്ങളും അവരുടെ അനുഭവം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ? അവിടെ അനുഭവം എന്ന് പറഞ്ഞാൽ അവരുടെ രോഗത്തിന് എന്താ സംഭവിച്ചിരിക്കുന്നത്? റേഡിയേഷൻ പറ്റത്തില്ല, ഓപ്പറേഷൻ പറ്റത്തില്ല, കീമോ പറ്റത്തില്ല. പക്ഷേ പാലിയേറ്റീവ് കീമോ, മരിക്കാനുള്ള കീമോ കൊടുത്തിരിക്കുകയാണ്. ആ സംഭവം പക്ഷേ ഒരു കീമോ കഴിഞ്ഞ് 2 കീമോ 3ാമത്തെ കീമോ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഉണ്ട് 99% ഇവർ സുഖപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഇവരുടെ അനുഭവങ്ങൾ പറഞ്ഞാണ് ഇവർ ആൾക്കാർക്ക് പത്രങ്ങൾ കൊടുക്കേണ്ടത്. എന്നുവെച്ചാൽ
അത് കൊടുത്ത് ഒപ്പിച്ച് തീർക്കുന്ന ഒരു കാര്യമല്ല, മറിച്ച് എന്താണ്, അത് തന്നെ ഒരു ജോലിയാണ്, പ്രേക്ഷിത പ്രവർത്തനമാണ് ഉടമ്പടി. കാര്യം കാര്യം ഇത് ആദ്യമേ തന്നെ ഞാൻ തുടങ്ങിയപ്പോൾ തന്നെ പിശാച് പല്ലും നഖവും കൊണ്ട് പത്രത്തെ എതിർത്തായിരുന്നു. ഇപ്പം ഞങ്ങൾ 3-4 പേര് ഇതിൻ്റെ ഒരു കീബോർഡിൽ നിൽക്കുന്ന ആൾക്കാരുണ്ട്. ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഐഡിയ ഉണ്ട്, വ്യക്തമായ ഐഡിയ ഉണ്ട്. അപ്പോൾ എന്തെല്ലാം ലോകം മുഴുവനും തലകുത്തും പറഞ്ഞാലും ഞങ്ങളുടെ തലകുത്തും അറിയത്തില്ല. എന്താ കാര്യം? ഇപ്പം ഞാൻ തന്നെ നിങ്ങളുടെ വിഷയത്തിൽ ഞാൻ എപ്പോഴും സംസാരിക്കണം. എന്താ കാര്യം ഈ വിഷയത്തിൻ്റെ ഇപ്പം ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഫസ്റ്റ് ഹാൻഡ് പ്രൈമറി വിറ്റ്നസ് ഞാനാണ്. മാതാവ് പ്രത്യക്ഷപ്പെടേണ്ട കണ്ടത് ഞാൻ മാത്രമേ അമ്മയെ കണ്ടുള്ളൂ, സത്യമായിട്ടും കണ്ടുള്ളൂ. പക്ഷേ ഇന്ന് ലക്ഷക്കണക്കിന് മനുഷ്യർ അമ്മയെ കാണുന്നുണ്ട്, അനുഭവത്തിലൂടെയും നേരെയും. അപ്പോൾ ഇപ്പോൾ തന്നെ പ്രൊഫസർ ജോയ് തോമസിൻ്റെ ഈ ക്യാൻസർ വന്നിരിക്കുന്ന ചേച്ചി ഒരു ദിവസം വചനം കേട്ടുകൊണ്ടിരിക്കുക പറയും, ഇന്ന് കഠോരമായ രോഗത്തിലിരിക്കുന്നവർ മാതാവിൻ്റെ സാന്നിധ്യം മഴവില്ല് പോലെ കാണുമെന്ന് പറഞ്ഞ് അതുപോലെ തന്നെ കണ്ട്. അതെന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ വിശ്വാസത്തിൽ ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ദൈവം സമീപസ്ഥനാണ്. ഹൃദയ പരമാർത്ഥതയോടെ ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. യേശുവേ നന്ദി. മഹത്വം 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 മഹത്വം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. 145 സങ്കീർത്തനം 18 തിരുവചനം. സങ്കീർത്തനം 145:18. തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് ഹൃദയ പരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. കളങ്കമില്ലാതെ പരമാർത്ഥത വേണം. അല്ല ഒക്കുവോ? അച്ഛൻ പറഞ്ഞ് ശരിയായിരിക്കുവോ? അത് മഴവില്ല് ചുമ്മാ കണ്ടതല്ലേ? ആകാശത്ത് കാണാം മഴവില്ലൊക്കെ. പിന്നെ അച്ഛൻ പറഞ്ഞതാണ്, അച്ഛൻ പറഞ്ഞില്ല പറഞ്ഞില്ലെങ്കിലും മഴവില്ല് അവിടെ ഉണ്ടാകത്തില്ലേ? ഇങ്ങനെയൊക്കെ എന്ത് വേണമെങ്കിൽ നമുക്ക് സംശയിക്കാം. അതുകൊണ്ട് തന്നെയാണ് ഹൃദയ പരമാർത്ഥതയോടെ. കാര്യം എന്താണ്? കർത്താവ് എന്നോട് സംസാരിച്ചതാണെന്ന് അതൊക്കെ ദൈവവിധി പ്രകാരമുള്ള ദൈവഹിതപ്രകാരമുള്ള ദർശനങ്ങളുണ്ടാകും. അപ്പോൾ ആ വ്യക്തിക്ക് അത് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ കൊടുത്തിരിക്കും ദൈവം. ഇങ്ങനെയല്ല നമ്മൾ സ്വപ്നത്തിലൂടെ ഓരോ കാര്യങ്ങൾ വിവേചിക്കുന്നത്. ദൈവഹിതപ്രകാരമുള്ള ദൈവം ഉദ്ദേശിച്ചിട്ട് കൊടുക്കുന്ന സ്വപ്നങ്ങളുണ്ട്, ദൈവം ഉദ്ദേശിച്ചിട്ട് കൊടുക്കുന്ന ദർശനങ്ങളുണ്ട്. അതെന്താണ്? അതിൻ്റെ പ്രിൻ്റ് ഔട്ട് ഉൾപ്പെടെയാണ് അതിൻ്റെ ആ വ്യക്തിയെ അഡ്രസ്സ് ചെയ്യണത് വിത്ത് അഡ്രസ്സാണ് കൊടുക്കണത്. കാര്യം എന്താണ്? ഇത് എന്നെക്കുറിച്ച് പറഞ്ഞതാണെന്ന് ആന്തരികമായ ബോധ്യം എനിക്ക് കിട്ടും. പ്രൈസ് ദി ലോർഡ്. ദൈവഹിതപ്രകാരമുള്ള ദർശനങ്ങൾക്കോ സ്വപ്നങ്ങൾക്കോ ദൈവം നിങ്ങൾക്ക് തന്നെ ബോധ്യപ്പെടുത്തി തരും. എന്താണ്? ഇത് നിങ്ങളെ തന്നെ ഉദ്ദേശിച്ച് ചെയ്തിട്ടുള്ളതാണെന്ന് പറയും. അത് പറയുന്ന സമയത്ത് ചിലർക്ക് കുളിരോടുന്ന പോലുള്ള ശാരീരികമായ ഫിസിക്കൽ ഫിനോമിന ഉണ്ടാകും. ദൈവാനുഭവത്തിന് ഒത്തിരിയേറെ രസകരമായ അനുഭവങ്ങളുണ്ട്. കാര്യം അത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് 2 പടി ഇരട്ട അഭിഷേകം എന്ന് പറയും. പറയുന്നവർക്കും കേൾക്കുന്നവർക്കും ഒരേ സമയം തന്നെ ആന്തരികമായ ഈ ബോഡിയിൽ തന്നെ ഫീലിംഗ് ചെയ്യും. ഒരു പ്രത്യേക നമ്മൾ ഒരു പൂരണിപ്പെന്നൊക്കെ പറയുന്ന പോലെ രീതിയിലുള്ള ഒരു ഫീലിംഗ് നമുക്കുണ്ടാകും. കേൾക്കുന്നവർക്കും ഉണ്ടാകും, പറയുന്നവർക്കും ഉണ്ടാകും. അപ്പോൾ എന്താണ്? പരിശുദ്ധാത്മാവിൽ ചെയ്യുന്ന കാര്യങ്ങൾക്കും സംഭവിക്കുന്ന കാര്യങ്ങൾക്കും നമുക്ക് പേഴ്സണൽ കൺകറൻസ് കിട്ടാൻ നമുക്ക് വ്യക്തിപരമായി ദൈവം നൽകുന്ന ശാരീരികമായ അനുഭവങ്ങൾ ഫിസിക്കൽ ഫിനോമെറ്റിസിസമാണ്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു വിഷയം ദൈവികമായ കാര്യങ്ങളുടെ ശാരീരികമായ പ്രതിഭാസങ്ങൾ അത് ഇന്നത്തെ കാലത്ത് ഉടമ്പടിയുടെ അനുഭവങ്ങളിൽ കൂടിക്കൂടിയാണ് വരണത്. അപ്പം അത് എല്ലാവർക്കും അതുകൊണ്ടാണ് സുഗന്ധാഭിഷേകം വരണത്, മഴവില്ല് വരണത്, അതുപോലെ തന്നെ മാതാവ് സ്വപ്നത്തിൽ വന്നു വിളിക്കണത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സാക്ഷ്യം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മനുഷ്യന് നമ്മുടെ അദ്ദേഹം പറയണത് ഇവിടെ ഇതിന് വാതിക്കലിരിക്കുന്ന മാതാവ് വന്ന് എന്നെ ഒരു സ്വർണത്തിൻ്റെ വടി കൊണ്ട് ഞാൻ അമ്മയോട് പറഞ്ഞായിരുന്നു, അമ്മ എൻ്റെ ജന്മത്തിൽ ഞാൻ 5:30 എഴുന്നേര ചരിത്രമില്ല. എനിക്ക് 35 വയസ്സായി. 35 കൊല്ലത്തിനുള്ളിൽ ഇന്ന് വരെ ഞാൻ 8 മണിക്കൊക്കെയാണ് എഴുന്നേൽക്കണത്. ഞാനെങ്ങനെയാണ് 5:30 എഴുന്നേൽക്കണത്? അപ്പോഴെന്ത് ചെയ്ത് അമ്മ കറക്റ്റ് 5:29 ആയപ്പോൾ കൃപാസനം വാതിക്കെ നിൽക്കുന്ന മാതാവ് വന്ന് എന്നെ തോണ്ടി വിളിച്ചു. ഞാൻ ഞെട്ടി എഴുന്നേറ്റ് നോക്കിയപ്പോൾ മണി 5:30. അതായത് ഈ കാലങ്ങളിൽ അഡ്രസ്സ് നേരിട്ട് നമുക്ക് അനുഭവം കിട്ടും. നേരിട്ട്. അതായത് ഒന്നാമത്തെ കൃപാസനത്തിൻ്റെ വിഷയം സഞ്ചാരി മാതാവാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം തന്നെ ഇവരുടെ കാര്യം തന്നെ എടുക്കാം.
ഇവരുടെ കാര്യം, ഇവർക്ക് ഈ ക്യാൻസർ 99% കുറഞ്ഞല്ല, പിന്നെ 1% ഉള്ളു. അപ്പം ആ സന്തോഷ വാർത്ത എന്നെ അറിയിക്കാൻ വേണ്ടി അവരിവിടെ വന്നു. അവരിവിടെ വന്നപ്പോൾ എന്നാ പറ്റിയത്, പ്രൊഫസർ ഇവിടെ വന്നപ്പോൾ ഓഫീസിൽ നിന്ന് പറഞ്ഞ്, നിങ്ങൾ കഴിഞ്ഞ ആഴ്ച കണ്ടതല്ലേ അച്ഛനെ, കണ്ടിട്ട് പോയപ്പോഴല്ലേ ഇത്രയും കുറഞ്ഞിരിക്കണത്, ഇനിയിപ്പം നിങ്ങൾക്ക് 90 ദിവസം കഴിഞ്ഞ് കാണാൻ പറ്റത്തുള്ളൂ. കാര്യം ഒത്തിരി പേര് കാണാനുണ്ട്, ഒരു പ്രാവശ്യം പോലും കാണാത്തവരുണ്ടല്ലോ. അപ്പം പ്രൊഫസറിന് അത് കാര്യം മനസ്സിലായപ്പോൾ പ്രൊഫസർ സങ്കടത്തോടെയാണെങ്കിൽ തിരിച്ചുപോയി. പിറ്റേ ദിവസം കൊണ്ട് ഞാൻ പ്രൊഫസറിൻ്റെ വീടിൻ്റെ വാതിൽക്കൽ നിൽക്കണം. അല്ല, എനിക്കറിയാൻ പാടില്ല, ഞാൻ ചേന്നമംഗലത്ത് പോയ ആളാണ്. ചേന്നമംഗലത്ത് ഞാൻ ഈ ചേന്നമംഗലം എൻ്റെ പഠനത്തിൻ്റെ ഒരു ഭാഗമാണ്. പഴയകാല ക്രിസ്ത്യൻ സെറ്റിൽമെൻറ്റാണ് ചേന്നമംഗലം എന്ന് പറയുന്നത്. 1800 കൊല്ലം പഴക്കമുള്ള സെറ്റിൽമെൻറ്റാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള പഠനങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പഠിച്ച ഒരു പുസ്തകം എഴുതുന്നുണ്ട്. ആ പുസ്തകത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഞാൻ ചേന്നമംഗലത്ത് യഹൂദ പള്ളി ചെന്ന്, ആ പള്ളി ചെന്ന് ഇപ്പോൾ ആ പള്ളി ഒത്തിരി ഏടാകൂടങ്ങളിൽ പോയിട്ടാണ് പള്ളിയിലെത്തിയത്. പള്ളി അടച്ചിട്ടിരിക്കാൻ. പള്ളി അടച്ചിട്ടപ്പോൾ റോഡ് വക്കയിൽ നിന്നിരിക്കുന്ന ഒരാളിനെ ഞാൻ വിളിച്ചിട്ട്, ഞാൻ കാറിലേക്ക് വിളിച്ചപ്പോൾ അയ്യോ ജോസഫത്തല്ലേ, എന്താ ഇവിടെ എന്ന് ചോദിച്ചു. ഞങ്ങൾ ഇന്നലെ അച്ഛനെ കാണാമെന്നു. അപ്പോഴെന്ത്, അച്ഛാ ഞങ്ങൾ സാക്ഷ്യം പറയാൻ ഇരിക്കുകയാണ്, 1% കൂടിയേ എനിക്ക് ക്യാൻസർ ഉള്ളൂ, ബാക്കിയെല്ലാം അമ്മ ഏറ്റെടുത്ത്, അച്ഛാ ഒന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പോൾ എന്താണ്, ഇവിടുന്ന് മടക്കി വിട്ട ആളെ അമ്മ എന്നെ അവിടെ വീട്ടിൽ കൊണ്ട് ആശീർവദിച്ചു. അപ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, സഞ്ചാരി മാതാവ് ഇതാണ് സംഭവം. ഇക്കാലങ്ങളിൽ ഉടമ്പടിയുടെ വിഷയം എന്ന് പറയണത് ജീവനോടെ അത് ഞാൻ പറഞ്ഞ ഉടമ്പടി നിങ്ങൾ അതിൻ്റെ ഒഴുക്കത്തുനിന്ന് ഒഴുകിയാൽ മതി. മനസ്സിലായോ? ഉടമ്പടി തടസ്സമില്ലാതെ ഒന്ന് ഒഴുകിയാൽ മതി. അതിൻ്റെ ഫലം സ്വാഭാവികമായിട്ട് ഉണ്ടാകണം. നമുക്ക് റിസ്ക് ഇല്ല. എന്താ കാരണം, ഒരു കാര്യം നടന്നില്ലെങ്കിൽ ദൈവം അത് ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ ദൈവം നേരിട്ട് ആ വിഷയത്തിൽ തീരുമാനം ഉണ്ടാക്കും. അതാണ് ഉടമ്പടി. എന്താ കാര്യം, ഇത് മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരീകരണത്തിൻ്റെ വിഷയമായത് കാരണം നമ്മളെ അനുഗ്രഹിക്കുക, സാക്ഷികളാക്കി മാറ്റുക ആരുടെ ആവശ്യമാണ്? നമ്മുടെ ആവശ്യം പോലെ തന്നെ ദൈവത്തിൻ്റെ ആവശ്യമാണ്. അതുകൊണ്ടാണ് ഇത് സ്പീഡാകുന്നതിൻ്റെ കാര്യം. നിങ്ങൾക്ക് പറ്റുന്ന ചിലർക്ക് പറ്റുന്ന അബദ്ധം, നിങ്ങളിങ്ങനെ പൊട്ടം കണ്ണാനെ പോലെ തപ്പിയും തടഞ്ഞു വെക്കുക, എന്തിനൊക്കെ ചെയ്യോ, ഇനി അത് എവിടെ കൊടുക്കാനാണ്, രോഗികളെ കാണാനാണ്, ആരെ കാണാനാണ്, നമ്മുടെ താലൂക്കിൽ ഗവൺമെൻറ് ആശുപത്രി ഉണ്ടാ കൊള്ളാം, നല്ല പരിപാടിയെ പോയി. അവിടെ ഇന്ന് വരെ ഒരു ഗവൺമെൻറ് ആശുപത്രി പോയിട്ടില്ല, എല്ലാം പ്രൈവറ്റ് ആശുപത്രിയിലേ പോയിട്ടുള്ളൂ. അപ്പോൾ പാവത്തങ്ങളൊക്കെ ഉള്ള ഗവൺമെൻറ് ആശുപത്രി ആയിരിക്കുമല്ലോ ഉള്ളത്, അവരെയാണല്ലോ പോയി കാണേണ്ടത്. അപ്പോൾ അവരെ പോയി കാണുമ്പോൾ ഇവർക്ക് അറിയത്തില്ല, ഇവരുടെ മനുഷ്യരുടെ സംസർഗം അതാണ്. നമ്മുടെ താലൂക്കിൽ ഗവൺമെൻറ് ആശുപത്രി ഉണ്ടാകുന്ന പോലും അവർക്ക് അറിയത്തില്ല, അത്രയും ബന്ധമുള്ളു. അങ്ങനെ മനുഷ്യനുമായിട്ട്, സാധാരണ മനുഷ്യനായിട്ട് ഒരു ബന്ധമില്ലാത്തവരെ ഇപ്പോഴെന്ത് ഉടമ്പടി എന്ത് ചെയ്യും, അവരെ തിരക്കിപ്പോകും. തിരക്കിപ്പോകണത് ഉടമ്പടിയുടെ ഒരു നിയോഗം നിറവേറ്റാനല്ല, ശരിക്കും പറഞ്ഞാൽ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിങ്ങൾ വളരാൻ വേണ്ടിയാണ്. പ്രൈസ് ദി ലോർഡ്. അത് മനസ്സിലായി, അത് ഓർത്തേക്കണം. ഉടമ്പടി അപ്പോൾ നിങ്ങൾ, ഞങ്ങൾ പ്രൈവറ്റ് ആശുപത്രിയിൽ പോയി, ഞങ്ങളത് കണ്ടു, രോഗികൾ കണ്ടു, കുറേ നേരം അവിടെ ഇരുന്ന് സംസാരിച്ചു, അവർക്ക് ഞങ്ങളുടെ കയ്യിലുള്ളതൊക്കെ കൊടുത്തു എന്നൊക്കെ പറഞ്ഞാൽ ഒന്നും ഉടമ്പടി വർക്ക് ചെയ്യത്തില്ല. നിങ്ങളെന്താ കാര്യം നിങ്ങൾ ചെയ്യണ കാര്യങ്ങളെല്ലാം ആരാ? ക്രിസ്തുവിനോടുള്ള സ്നേഹത്തോടെയാണ് ചെയ്യേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ഇത് നിങ്ങൾ ചെയ്യുമ്പോഴെല്ലാം കർത്താവിൻ്റെ സ്നേഹത്തിലാണ് അത് ചെയ്യേണ്ടത്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഞങ്ങൾ ചെയ്യുന്ന ഓരോ പ്രേക്ഷിത പ്രവൃത്തികളും അങ്ങയുള്ള സ്നേഹത്താൽ സുവിശേഷത്തിന്റെ സാക്ഷിയായി ചെയ്യുവാൻ ഇടയാക്കണമേ. അപ്പോഴേ ഇതിൻ്റെ വിഷയത്തിൽ നമ്മൾ ചെയ്യും തോറും നമ്മൾക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടും. നമുക്കിത് ചെയ്യുമ്പോൾ ഈ പരിശുദ്ധാത്മാവിലാണ് നിങ്ങൾ ചെയ്തത്, അത് ഉടമ്പടിയുടെ കാര്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി, നമ്മുടെ കാര്യം നേടാൻ വേണ്ടി ഉള്ള ഉദ്ദേശത്തിലാണ് ചെയ്തതെന്ന് അറിയാൻ പറ്റും നമുക്ക്. ഇപ്പം നിങ്ങളൊരു കാര്യം ചെയ്ത് ഒരു സാരി വാങ്ങിച്ചു കൊടുത്തു, അല്ലെങ്കിൽ നിങ്ങൾ പൈസ ആൾക്കാർക്ക് കൊടുത്തു, അല്ലെങ്കിൽ നിങ്ങൾ ഭക്ഷണം പാകം ചെയ്തുകൊണ്ട് കൊടുത്തു. ഇത് നിങ്ങൾ ചെയ്യുമ്പോൾ ഇത് പരിശുദ്ധാത്മാവിലാണ് ചെയ്തത്. അതാ നിങ്ങളുടെ ഹ്യൂമൻ സ്പിരിറ്റിൽ ഉടമ്പടിയുടെ കാര്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ചെയ്യാൻ വേണ്ടി ചെയ്തതാണോ എന്ന് അറിയാൻ നമുക്ക് പറ്റും. എങ്ങനെ അറിയാൻ പറ്റുമെന്ന് അറിയാമോ? പരിശുദ്ധാത്മാവിലാണ് ചെയ്തതെങ്കിൽ പിന്നെയും ചെയ്യാൻ വേണ്ടി നമുക്ക് സ്പിരിറ്റ് ഉണ്ടാകും. ഇല്ലെന്നുണ്ടെങ്കിൽ ഇന്ന് രോഗികൾ കൊണ്ടേ കൊടുത്ത്,
ഇനിയിപ്പോൾ 90 ദിവസം അതുവരെ കൊടുത്താൽ മതിയല്ല. മനസ്സിലായില്ലേ? 90 ദിവസം ഉണ്ട്. അപ്പോൾ എല്ലാ ആഴ്ചയും കൊണ്ടുപോയി രോഗികൾക്ക് ഭക്ഷണം കൊടുക്കണം. കുഴപ്പമില്ല, 90 ദിവസം വരെ കൊടുക്കാം, പട്ടണത്തിനും കൊടുക്കാം. അപ്പം നമ്മൾ ഈ ദിവസം എണ്ണി കൊടുക്കും. അത് പക്ഷേ അതിനൊന്നും കൗണ്ട് ഡൗൺ ആണ്. അതൊക്കെ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അത് ഉടമ്പടി പ്രകാരമല്ല. അത് നിങ്ങളുടെ വയറ്റിപ്പഴുപ്പിന് വേണ്ടി നിങ്ങൾ ചെയ്യുന്ന എന്തോ ഒരു ദൈവത്തിൻ്റെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയുള്ള എന്തോ ഒരു തരം പ്രവർത്തനങ്ങളാണ്, മനുഷ്യപ്രവർത്തനങ്ങളാണ്. അത് പ്രേക്ഷിത പ്രവർത്തനങ്ങളല്ല. ഇത് പ്രേക്ഷിത പ്രവർത്തനവും മനുഷ്യപ്രവർത്തനവും തമ്മിലുള്ള വ്യത്യാസം. പ്രേക്ഷിതം മീൻസ് അതിൻ്റെ അർത്ഥം എന്താ? വൺ ഹു ഈസ് സെൻറ്റ്, അല്ലേ? പ്രേക്ഷിതം അതായത് ഒരാളെ പറഞ്ഞു വിടുക. ഒരാൾ പറഞ്ഞിട്ടാണ് നമ്മളത് ചെയ്യണത്. അതിനാണ് പ്രേക്ഷിതം എന്ന് പറയണത്. സംസ്കൃത വാക്കാണ്. അതിനാ പ്രേക്ഷിത എന്നൊക്കെ പറയത്തില്ലേ. എന്നുവെച്ചാൽ സ്വയം ചെയ്യണതല്ല. ദൈവം എൻ്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ടേക്ക് ദ ബെഡ് അപ്പ് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ യേശുവേ ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. യേശുവേ നന്ദി, മഹത്വം മഹത്വം മഹത്വം. യോഹന്നാൻ 20:21. യോഹന്നാൻ 20:21. പിതാവ് എന്നെ അയച്ചതുപോലെ, ഏറ്റു പറഞ്ഞ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. അതാണ് വിഷയം. ഞാനും അയക്കുന്നു. അടുത്ത വരി. ഇത് പറഞ്ഞിട്ട് അവരുടെ മേൽ വിശ്വസിച്ചുകൊണ്ട് അവരോട് അരുൾ ചെയ്തു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. അപ്പോൾ എപ്പോഴും പ്രേക്ഷിത പ്രവർത്തനത്തിന് അത് എൻസ്പിരിറ്റഡ് ആണ്. മനസ്സിലായില്ല? മറ്റൊരു സാധാരണ പ്രവർത്തനങ്ങൾക്ക് ഹ്യൂമൻ സ്പിരിറ്റഡ് ആണ്. ഇത് വ്യത്യാസം ഇതാണ്. പ്രേക്ഷിത പ്രവർത്തനം ഇപ്പം നമ്മൾക്ക് നമ്മുടെ IELTS പാസ്സാകാൻ വേണ്ടി നമ്മൾ പൊതിച്ചോറ് കെട്ടിക്കൊണ്ടുപോയി രോഗികൾക്ക് കൊടുക്കുന്നു, ഗുഡ് ബൈ, അവരും തിന്ന് നമുക്ക് സമാധാനം. എന്നിട്ട് നമ്മൾ കമ്പ്യൂട്ടറെ റിസൾട്ട് വന്നാന്ന് പറഞ്ഞ് കൈയടിച്ചെടുത്ത് നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇത് ഹ്യൂമൻ സ്പിരിറ്റിലാണ് വർക്ക് ചെയ്യണത്. പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എന്താണ്? എൻ്റെ പിതാവ് എന്നെ അയച്ചതുപോലെ. പിതാവ് യേശുവിന് ഏറ്റവും വലിയ പ്രേക്ഷിതനാരാണ്? ഈശോയാണ്. അപ്പായ അയച്ചതാണ്. എൻ്റെ പിതാവിനെ അയച്ചതുപോലെ എന്ത് ചെയ്യണം? ഞാനും നിങ്ങളെ അയക്കുന്നു. അപ്പോൾ നിങ്ങൾ പോകുമ്പോൾ യേശുക്രിസ്തുവാണ് നിങ്ങളെ ഗവൺമെൻറ് ആശുപത്രിയിലോട്ട് പറഞ്ഞു വിട്ടിരിക്കുന്നത് എന്ന് നമുക്ക് ഫീൽ ചെയ്യണം. അപ്പോഴാണത് പ്രേക്ഷിത പ്രവർത്തനമാകണത്. യേശുക്രിസ്തുവാണ് നിങ്ങളെ. കർത്താവേ, ഒരു 10 പത്രം കയ്യിലെടുത്ത് അല്ലെങ്കിൽ 10 പൊതിച്ചോറ് ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾ ജപമാല ചൊല്ലിക്കൊണ്ടാണല്ല രോഗികൾക്ക് വേണ്ടി പൊതിച്ചോറ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അത് കൊണ്ടുപോകുന്നതിന് വേണ്ടി പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ആ സമയത്ത് തരും ദൈവം. അതാണ് പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ഗുണം. പരിശുദ്ധാത്മാവ് തന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ജിബിൻ്റെ സാക്ഷ്യം കണ്ട് ജുബിൻ ഞാൻ പറഞ്ഞു, നേരത്തെ പറഞ്ഞ കക്ഷിയിൽ അയാളുടെ ചെറുപ്പക്കാരനാണ്. അയാൾ ഉടമ്പടി എടുത്തപ്പോൾ എന്താ സംഭവിച്ചത്? അയാൾക്ക് 4 സപ്ലൈ ഉണ്ടായത്, പിന്നെ അത് കൂടി 7 സപ്ലൈ ആയി. പിന്നെ എന്ത് ചെയ്ത്? അടുത്ത എഴുത്തിന് 7 സപ്ലൈ അയാൾ ജയിച്ചു. അതാണ് വിഷയം. അപ്പോൾ പക്ഷേ അയാൾ ചെയ്യണ കാര്യം എന്താണെന്നറിയാമോ? അതായത് വേറെ ബ്ലോസം എന്ന് പറഞ്ഞൊരാളെ കണ്ടുമുട്ടി ആശുപത്രി ചെന്നപ്പോൾ. ബ്ലസ്സൻ, ഈ ജൂബിൻ ബ്ലസ്സൻ എന്ന് പറഞ്ഞ ഒരാളെ ആശുപത്രിയിൽ കണ്ടുമുട്ടി. ബ്ലസ്സൻ എന്താ? ബ്ലസ്സന് ക്യാൻസറാണ്. അപ്പോൾ ബ്ലസ്സനെ ചികിത്സിച്ച് അവന് അയാളുടെ കയ്യിലുള്ളതൊക്കെ കൊടുത്ത് അവന് ഭക്ഷണമൊക്കെ വാങ്ങിച്ചു കൊടുത്ത് ബ്ലസ്സിന് തോന്നി ഇവനിപ്പോൾ പാവപ്പെട്ടവനാണ്, ഇവൻ്റെ അമ്മ ഇവിടെ നിന്ന് നോക്കിക്കൊണ്ടുകൂടെ നോക്കിക്കൊണ്ട് നിൽക്കണം. അവർ പോയി കുളിക്കുകയോ വല്ലതും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവനെ നോക്കാൻ ആരുമില്ല. അപ്പോൾ ജൂബിൻ പറഞ്ഞു, ബ്ലസ്സിൻ്റെ അമ്മയല്ലേ, അമ്മ വീട്ടിൽ പോയി കുളിക്കുക നനക്കൊക്കെ ചെയ്തിട്ട് വാ, ഞാനിവിടെ ഇവനെ നോക്കിക്കൊണ്ട് നിന്നോളാം. കളി വേണ്ട. അത് പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അതാണ്. കളി മറന്ന കണ്ടില്ലേ? അങ്ങനെ നിന്ന് എത്ര ദിവസം എന്നറിയാവോ? അവൻ പാവപ്പെട്ടായത് കൊണ്ട് അവർക്ക് ഒരു നേരം ആഹാരം കിട്ടണമെങ്കിൽ പണിയെടുക്കണ്ടേ. അപ്പം അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത്, അമ്മയെ പറഞ്ഞ് വീട്ടിൽ വിട്ടിട്ട് ഞാൻ 1 മാസം അവൻ്റെ കൂടെ നിന്നെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഇതാണ് പ്രേക്ഷിത പ്രവർത്തനം. ഇതാണ് പ്രേക്ഷിത പ്രവർത്തനം. അപ്പോൾ അവൻ മരിക്കാനായപ്പോൾ അവൻ പറഞ്ഞു, എനിക്ക് ജൂബിനെ കാണണമെന്ന് പറഞ്ഞു. പിന്നെ ജൂബിൻ പോയി കണ്ടു. ജൂബിൻ്റെ കൂടെ കൈവച്ച് അവൻ മരിച്ചു. അപ്പോൾ ഒരു മനുഷ്യന്മാരെങ്ങനെ ജീവിക്കണമെന്ന് നോക്കിയേ. അവസാന നിമിഷമാണ് അവനെ ശുശ്രൂഷിക്കാൻ കിട്ടിയെങ്കിലും ആ ജീവിതകാലം മുഴുവൻ ഇതിൽ നിന്ന് വരുമാനം കിട്ടി. ഈ ജൂബിനെ ഈ ബ്ലസ്സനെ സ്നേഹിച്ചതിൻ്റെ പേരിൽ കർത്താവ് അവൻ്റെ മരണം വരെ ഇതിൽ നിന്ന് അവന് വരുമാനം വന്നുകൊണ്ടിരിക്കും. കൃപയുടെ വരുമാനം വന്നുകൊണ്ടിരിക്കും.
ഒരിക്കലും ജൂബിനെ ദൈവം മറക്കത്തില്ല. അതുപോലെ നിങ്ങളെയും ദൈവം ഒരിക്കലും മറക്കാനാവാ ദൈവത്തിന് എന്ന് ഓർക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു പ്രേക്ഷിതയായി നിങ്ങൾ ഉയർത്താനും വളർത്താനും വേണ്ടി ഇടിമുഴക്കം പരിശോധിക്കണ്ടേ. തിരഞ്ഞെടുത്തയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കാലഘട്ടത്തിൽ നിന്റെ കൈയും കാലുമായി പ്രവർത്തിക്കുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരുമിച്ച് പാടാം, എല്ലാവരും പാടുക. ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിടുന്നു. ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിടുന്നു. കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും എന്റെ കൃപ നിനക്കു മതി കർത്താവിൻ തിരുവചനം. എന്റെ കൃപ നിനക്കു മതി കർത്താവിൻ തിരുവചനം. അനശ്വരമായ വചനമതേ അതിശയമായി നടത്തിടുന്നു. അനശ്വരമായ വചനമതേ അതിശയമായി നടത്തിടുന്നു. കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് അപ്പൊ ജൂബിന്റെ പ്രേക്ഷിത പ്രവർത്തനത്തിന്റെ ഒരു മാനദണ്ഡം എന്താണെന്ന് നോക്കിയേ. ജൂബിന്റെ പ്രേക്ഷിത പ്രവർത്തനത്തിന്റെ മാനദണ്ഡം എന്താണ്? അതായത് അത് ക്രിസ്തുവിൻ്റെ പ്രേക്ഷിത പ്രവർത്തനത്തെക്കുറിച്ചുള്ള വിഭാവനതയാണ് ഇവിടെ മാനദണ്ഡമാണിത്. എപ്പോഴും നമ്മൾ വിഷയം ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ നമുക്ക് ഓരോ ഉടമ്പടി എടുക്കുമ്പോൾ ഓരോ ലക്ഷ്യങ്ങളുണ്ട്. ഇപ്പോൾ ഞാൻ ആദ്യകാലങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോഴും പറയണത് അതാണ്, ഉടമ്പടി ഉടനടി പരിഹാരം. ഒരു സംശയമില്ല കാര്യത്തിൽ, നിങ്ങൾ പത്രം എടുത്ത് നോക്കിയാൽ മതി. പക്ഷേ ഈ ഉടമ്പടി ഉടനടി പരിഹാരം കിട്ടിയില്ലെങ്കിലും 10,000 ഇപ്പോഴും ഇത്തിരി ഉടമ്പടി ദൈവത്തിൻ്റെ സമയത്താണത് നടക്കണമെന്നുണ്ടെങ്കിൽ 10,000 അതിനുള്ളിൽ വിശുദ്ധരായി ജീവിക്കുന്നുണ്ട് ഇന്ന്. എന്താ കാര്യം? കർത്താവ് ചെയ്യുമ്പോൾ എല്ലാം കൃത്യമായിട്ട് ചെയ്യുന്നവർക്ക് നല്ല ക്രിസ്തുവിനെക്കുറിച്ച് നല്ല ഐഡിയ ഉണ്ട്. ക്രിസ്തുവിനെക്കുറിച്ച് ഐഡിയ ഇല്ലാത്ത ജനങ്ങളോട് സംസാരിക്കുമ്പോൾ എന്ത് ചെയ്യണം? ആ രീതിയിൽ സംസാരിക്കാൻ പറ്റത്തുള്ളൂ നമുക്ക്. ഉദാഹരണത്തിന് 1 എടുത്തേ. സഹോദരങ്ങളെ എനിക്ക് നിങ്ങളോട് ആത്മീയ മനുഷ്യരോട് എന്നതുപോലെ സംസാരിക്കാൻ സാധിച്ചില്ല. ജഡിക മനുഷ്യരോട് എന്നതുപോലെയും ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവിന്റെ കാര്യത്തിൽ പൈതങ്ങളോട് എന്നതുപോലെയുമാണ് നിങ്ങളോട് ഞാൻ സംസാരിച്ചത്. പൈതങ്ങളോട് സംസാരിക്കുമ്പോൾ എന്ത് ചെയ്യണം? അവർക്ക് മിഠായി, ബലൂൺ, അതുപോലെയുള്ള കളിപ്പാട്ടം, ഇങ്ങനെ കുറേ സംഭവങ്ങളില്ലേ, അവർ കിട്ടിയാൽ മാത്രമേ മദറിൻ്റെ സ്നേഹം. നിങ്ങൾക്കറിയാവില്ല, ഇപ്പം കുഞ്ഞുങ്ങളെ അമ്മയെന്ന് വിളിക്കണ ആരെയാണ്? പലപ്പോഴും ആയമാരെ വിളിക്കണതല്ലേ. നാളെ ബംഗാളി ചേച്ചിമാർ വന്ന് നമ്മുടെ പിള്ളേർക്ക് നിങ്ങൾ 4 ലക്ഷത്തിൻ്റെ ശമ്പളം മേടിക്കും, നിങ്ങളുടെ മക്കൾക്ക് മുല കൊടുക്കുന്നതായിരിക്കും ബംഗാളി ചേച്ചിമാരായിരിക്കും. അപ്പം നമ്മുടെ മക്കൾ അവരെന്തെന്ന് വിളിക്കും? അമ്മയെന്ന് വിളിക്കും. നിങ്ങളെന്തെന്ന് വിളിക്കും? ആയെന്ന് വിളിക്കും. ഇതാണ് പ്രശ്നം. പിള്ളേരുടെ ഒരു സൈക്കോളജിയിൽ എന്താ ഉള്ളത്? ആര് എന്ത് കൊടുക്കുന്നു അവരാണ് അമ്മ. ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല. ആര് കൊടുക്കുന്നു? അമ്മയെ എപ്പോഴും അമ്മയായി നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? എല്ലാ കാര്യങ്ങളും കുഞ്ഞിനെ ചെയ്ത് കൊടുക്കുന്നത് കൊണ്ടാണ്. അപ്പം ദൈവത്തിന് ഇങ്ങനെ ഒരു കാലം ഉണ്ടെന്നാണ് പൗലോസ് പറയുന്നത്. ഒന്നിനു വായിച്ചത്. സഹോദരങ്ങളെ എനിക്ക് നിങ്ങളോട് ആത്മീയ മനുഷ്യരോട് എന്നതുപോലെ സംസാരിക്കാൻ സാധിച്ചില്ല. സംസാരിക്കാൻ സാധിക്കും. ആത്മീയ മനുഷ്യരോടാണ് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ എന്താണ്? നേരത്തെ പറഞ്ഞ കാര്യം 1 തിമോത്തി 4:8 എന്താണ്? ആത്മീയ മനുഷ്യരോട് സംസാരിക്കുന്നത് എന്തിനെക്കുറിച്ചാണ്? നിത്യജീവനെക്കുറിച്ചായിരിക്കും. ജഡിക മനുഷ്യരോട് സംസാരിക്കുന്നത് എന്തിനെക്കുറിച്ചായിരിക്കും?
ഈ ജീവിതത്തിന് വേണ്ടിയായിരിക്കും സംസാരിക്കണത്. അപ്പോൾ ഈ ജീവിതത്തിന് വേണ്ടി കർത്താവ് അഡ്രസ്സ് ചെയ്യണില്ലേ? അതാണല്ലോ ഉടമ്പടി. ഈ ജീവിതത്തിന് വേണ്ടി അവർക്ക് വീഞ്ഞില്ല, അവർക്ക് വീടില്ല, അവർക്ക് ജോലിയില്ല, അവരുടെ വിവാഹം നടക്കണില്ല, അവർക്ക് രോഗമാണ്. ഇതല്ലേ പരിശുദ്ധ ഉടമ്പടിയിലൂടെ ഈശോയോട് പറഞ്ഞിട്ടല്ലേ സമയബന്ധിതമായി ഈ വിഷയം സമാധാനം ഉണ്ടാകേണ്ടത്. പക്ഷേ അടുത്ത പടി എന്താണ് ഉടമ്പടിയുടെ? ഈ ജീവിതത്തിന് വേണ്ടി മാത്രമാണ് നിങ്ങൾ യേശുക്രിസ്തു ഇട്ടേക്കുന്നത്. വെളപ്പാട് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. 1 കൊരിന്തോസ് 15:19. ആ, ഈ ജീവിതത്തിന് വേണ്ടി മാത്രം പറഞ്ഞ ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിട്ടുള്ളവരാണെങ്കിൽ നിർഭാഗ്യരാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ക്രിസ്തുവിൽ പ്രത്യാശ അർപ്പിക്കണത് എന്തിനാണ്? ഈ ജീവിതത്തിന് വേണ്ടിയും മാത്രമാണെന്നാണ് ചോദിക്കണത്. വെച്ചാൽ ഈ ജീവിതത്തിന് വേണ്ടി ഉണ്ട്, ഈ ജീവിതത്തിന് വേണ്ടി, പിന്നെ എന്താണ്? വരാനിരിക്കുന്ന ജീവിതത്തിന് വേണ്ടി കൂടിയാണ്. അപ്പോൾ വരാനിരിക്കുന്ന ജീവിതത്തിന് വേണ്ടി കൂടുതലാണ് നിങ്ങളുടെ ചില കാര്യങ്ങൾ താമസിക്കുന്നുണ്ടെങ്കിൽ എപ്പോഴും ഓർത്തേക്കണം, നിങ്ങളെന്താണ്? നിത്യജീവൻ്റെ എക്സ്പ്രസ് ഹൈവേയിലേക്ക് വന്നുവെന്ന്. എന്താ കാര്യം എന്താണ്? ദൈവം ഈ ജീവിതത്തെ ഉടമ്പടിയിൽ ഒരു 3-4 കാര്യങ്ങൾ പടപെടാതെ നിങ്ങളുടെ കാര്യം നടക്കുകയും ചില കാര്യങ്ങൾ താമസിക്കുകയും ചെയ്യുമ്പോൾ അത് താമസിക്കുന്നതല്ല, മറിച്ച് എന്താണ്? നിത്യജീവനെക്കുറിച്ച് നിങ്ങൾ ഈ കാലഘട്ടങ്ങളിൽ ചിന്തിക്കാനും അതിനുവേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാനും വേണ്ടി ദൈവം നിങ്ങളെ ഒരുക്കുന്നതാണ്. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ മലയാളിക്ക് ഒരു കുഴപ്പമുള്ള, മലയാളിക്ക് എന്ത് ബൈബിൾ പഠിച്ചാലും അവന് നയിക്കുന്നത് പഴഞ്ചൊല്ലായിരിക്കും. മലയാളി എന്ത് ബൈബിൾ, മലയാളിയുടെ ഒരു ദുരന്തം അതാണ്. എന്ത് ബൈബിൾ അവൻ പഠിച്ചാലും അവനെ നയിക്കണത് ആരായിരിക്കും? പഴഞ്ചൊല്ലായിരിക്കും. അത് നമ്മൾ അറിയത്തില്ല. നമ്മളറിയാതെ നമ്മുടെ അകത്ത് കിടക്കുന്നൊരു വൈറസാണ് ഈ പഴഞ്ചൊല്ല്. ഇപ്പം നിങ്ങൾ പറയും ആറ്റിക്കളഞ്ഞാലും പണിയായി. അതാ സംഭവം. മലയാളം അങ്ങനെ ചെയ്യത്തുള്ളൂ, അവൻ അർത്ഥ കൈക്ക്. അപ്പം ഈ ബേസിക് സ്വഭാവങ്ങളുള്ള കാരണം തന്നെ ദൈവാനുഗ്രഹം കുറയാൻ സാധ്യതയുണ്ട്. നമ്മുടെ സാംസ്കാരിക അവബോധം മനസ്സിൽ കിടക്കുന്നത് എന്താണ്? ഇതുപോലെ തന്നെ ബൈബിളേതരമായി നിലവാരപ്പെട്ടിട്ടുള്ള ദൈവഹിതപ്രകാരമുള്ള ദൈവത്തെ സ്വീകരിക്കാത്ത ഒരു ജനതയുടെ സ്വയം പ്രകാശനങ്ങളാണ്. അതിനാണ് പഴഞ്ചൊല്ലെന്ന് പറയണത്. എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈബിളിനെതിരാണ്. നിങ്ങൾ പറയും ആറ്റിക്കളഞ്ഞാലും അളന്ന് കളയണം. അപ്പോൾ കർത്താവ് എന്ന് പറയും, നിങ്ങൾ അളക്കുന്ന അളവ് പോലോട്ട് തന്നെ തിരിച്ചു നിങ്ങൾക്ക് മാത്രം അളന്നാൽ പറ്റത്തില്ല. മത്തായി 7:2. നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്ന് കിട്ടും. പക്ഷെ ഇത് എങ്ങനെ സംഭവിച്ചിരിക്കുന്നത്? ഈ ലൂക്കാസ് വിശേഷമാണ് നല്ലത്. ലൂക്കാസ് വിശേഷം 6:38 അവസാനമാണ് പറയണത്, നിങ്ങൾ അളക്കുന്ന അളവുകോല് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്ന് കിട്ടുമെന്ന്. പക്ഷേ എന്താ പ്രശ്നം വെച്ചാൽ അതൊക്കെ മുമ്പ് പറഞ്ഞ വാക്ക് എന്താണ്? കൊടുക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും. അതാണ് പറഞ്ഞത്. അതിക്ക് മുമ്പ് പറയാം, കൊടുക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും. എന്ത് കിട്ടും? അമർത്തി കുലുക്കി നിറച്ചളന്ന് അവൻ നിൻ്റെ മടിയിലോട്ട് ചൊരിയും എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞത്. ഇങ്ങനെ ചൊരിയണമെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ അളക്കുന്ന അളവുപോലെ തന്നെ നിങ്ങൾക്കും. നിങ്ങൾക്ക് കൈ നീളത്തില്ലെന്ന് നമ്മൾ ദൈവം കൈ നീളത്തില്ലെന്ന് അർത്ഥം. നമ്മൾക്ക് കൈ നീളത്തില്ലെങ്കിൽ ദൈവത്തിൻ്റെ കൈ നീളത്തില്ലെന്നാണ് ഈ പറയണത്. കേൾക്കുമ്പോൾ ഓർക്കും നമുക്ക് കൊടുക്കുമെന്നെങ്കിൽ ലഭിക്കും. പക്ഷേ എങ്ങനെ കൊടുക്കണം? അമർത്തി കുലുക്കി നിറച്ച് അളന്ന് അവൻ നിൻ്റെ മടിയിലോട്ട് ചൊരിയണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ അളക്കണം ആദ്യം. നിങ്ങൾ അളക്കുന്ന അളവ് അല്ലാതെ ദൈവമാണല്ലോ ആദ്യം അളക്കണത്. ആ വചനം ഒന്ന് വായിച്ചേ. ലൂക്കാ 6:38. ലൂക്കാ 6:38. കൊടുക്കുവിൻ നിങ്ങൾക്കും കിട്ടും, അമർത്തി കുലുക്കി നിറച്ചളന്ന് അവർ നിങ്ങളുടെ മടിയിൽ ഇട്ടു തരും. നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്ന് കിട്ടും. ഞാൻ എന്ത് ഇത് വായിച്ചപ്പോഴേക്കും ഈ ജുബിനുണ്ടല്ലോ,
നിത്യത സമൃദ്ധമായിരിക്കും. എന്താ കാര്യം? ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ കണ്ടു എന്ന് പറഞ്ഞില്ലേ? കണ്ടിട്ടാൻ പോകുന്നില്ലല്ലോ, ഒരു മാസം അവിടെ നിന്നില്ലേ? അതാണ് സംഭവം. എൻ്റെ പിതാവിനാൽ ഇപ്പം നിങ്ങൾ ഓർക്കും, ശരിയാണ്, കൊടുക്കും, നമുക്ക് ലഭിക്കും. അപ്പോൾ നമുക്ക് IELTS പാസ്സാവുന്ന അച്ഛൻ പറയണം, ശരി, അപ്പോൾ നമ്മുടെ പുരയിടം വിറ്റുപോകും, നല്ല വിലക്ക് വിറ്റുപോകുമായിരിക്കും. നിങ്ങൾ ഞാൻ പറയണതൊന്ന്, ചിന്തിക്കണ വേറെ. നിങ്ങൾ കൊടുക്കും, ശരി ശരി, അവന് നമ്മൾ ആണെങ്കിൽ നമുക്ക് 2 കിലോ അരി വാങ്ങിച്ചു കൊടുക്കാം, 10 ഉടുപ്പ് വാങ്ങിച്ചു കൊടുക്കാം, അങ്ങനെയാണെങ്കിൽ പിന്നെ എന്താ, അപ്പോൾ ജോലി കിട്ടുമല്ല, അപ്പോൾ ശമ്പളം കിട്ടുമല്ല, അപ്പോൾ നമ്മൾ 100 ഉടുപ്പ് തിരിച്ച് വാങ്ങിക്കാമല്ല. ഇങ്ങനെ ഭാഗികമായിട്ടും മാനുഷികമായിട്ടും ക്യാഷ് ആൻഡ് കൈൻഡായിട്ടാണ് വചനം നിങ്ങൾ ചിന്തിക്കുകയും ആലോചിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യും. അതല്ല ഇവിടുത്തെ പ്രശ്നം. എന്താ പ്രശ്നം? ഈ നിത്യതയെക്കുറിച്ചാണ് കർത്താവ് ഇതെല്ലാം പറഞ്ഞിരിക്കുന്നത്. എൻ്റെ ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു, എൻ്റെ പിതാവിനാൽ അനുഗ്രഹീതരെ വരുവിൻ, ലോകാരംഭം മുതൽ ഒരുക്കിയിരിക്കുന്ന രാജ്യം നിങ്ങൾ കൈവശമാക്കിക്കൊള്ളുവേ. നിത്യതയെക്കുറിച്ചാണ് ഇതെല്ലാം പറയണത് പലതും. അപ്പോൾ ജൂബിനെ സംബന്ധിച്ചിടത്തോളം ഒരു മണിക്കൂർ പോയി നിൽക്കാൻ പറഞ്ഞപ്പോൾ അവനെന്ത് ചെയ്ത്? 1 മാസം പോയി നിന്ന്. അപ്പോൾ അവന് എന്താ കിട്ടാൻ പോണേ? നിത്യതയാണ് അവന് വരാൻ പോണത്. അവൻ്റെ ഇതിനോടുകൂടി നിത്യത. അപ്പോൾ നിങ്ങളൊക്കെ ചത്ത് കഴിയുമ്പോൾ ഈ ജീവിതത്തിൽ എന്താ അച്ഛൻ ഈശോ ഒന്നും പറയാത്തത്? അങ്ങനെയാണ് ചേർത്ത് നൽകുമെന്ന് ഈശോ പറയണത്. വരാനിരിക്കുന്ന രാജ്യത്തെ നിത്യജീവനം. ടേക്ക് ദ ബെഡ് ഫോർ വരാനിരിക്കുന്ന. അപ്പോൾ ഈ ജീവിതത്തിൻ്റെ ഡിമാൻഡ്സുകൾ സാറ്റിസ്ഫൈ ചെയ്തതിന് ശേഷമാണ് അതിൻ്റെ കൂടെ എന്ത് ചെയ്യും? ഉടമ്പടിക്ക് വരാനിരിക്കുന്ന കാലത്ത് നിത്യജീവനം. ടേക്ക് ദ ബെഡ് ഫോർ. ശ്രുതികട ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മർക്കോസ് 10:29-30. മർക്കോസ് 10:29-30. യേശു പ്രതിവചിച്ചു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്നെ പ്രതിയും സുവിശേഷത്തെ പ്രതിയും ഭവനത്തെയോ സഹോദരന്മാരെയോ സഹോദരിമാരെയോ മാതാവിനെയോ പിതാവിനെയോ മക്കളെയോ വയലുകളെയോ ത്യജിക്കുന്നവരിൽ ആർക്കും ഇവിടെ വെച്ച് തന്നെ 100 ഇരട്ടി ലഭിക്കാതിരിക്കില്ല. ഭവനങ്ങളും സഹോദരന്മാരും സഹോദരിമാരും മാതാക്കളും മക്കളും വയലുകളും അവയോടൊപ്പം പീഡനങ്ങളും വരാനിരിക്കുന്ന കാലത്ത് നിത്യജീവനും. യേശുക്രിസ്തുവിന് വേണ്ടി നമ്മൾ കൊടുക്കുമ്പോഴേ കൊടുക്കണ സമയത്ത് ചില ആൾക്കാർ പറയത്തില്ലേ, എന്ത് കൊടുത്താലും കൊടുക്കുമ്പോൾ കൊള്ളാമെന്ന്. മലയാളത്തിലുള്ള സംഭവമാണ്. എന്താണ്? കൊടുക്കുമ്പോൾ കൊള്ളാമെന്ന്. നമ്മൾ എന്ത് കൊടുത്താലും 5 മാസത്തേക്ക് ഇങ്ങനെ നമ്മളെ കാണുമ്പോൾ ചിരിക്കും. 6-ാം മാസം നമ്മളെ കാണുമ്പോൾ കണ്ട ഇതുപോലെ ഉണ്ടാകത്തില്ല. ദൈവം അങ്ങനെ അല്ലെന്നായി പറയണത്. പറഞ്ഞ മനസ്സിലായില്ലേ? ഇപ്പോൾ കൊടുക്കുമ്പോൾ പാത്ത പറഞ്ഞ് തന്നെ കൊടുക്കണം. എന്താ വിഷയം എന്ന് വെച്ചാൽ നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെന്ന് മനസ്സിലാകണത് നമ്മൾ ദൈവത്തിന് വേണ്ടി നമ്മുടെ ജീവിതം ചെലവഴിക്കുമ്പോഴാണ് മനസ്സിലാക്കുക. ഇപ്പം നിങ്ങൾ തന്നെ ഒരു ദിവസം എന്തുമാത്രം മനുഷ്യരെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണത്. ഞാൻ വീട്ടിൽ കല്യാണം കഴിച്ച് ജീവിച്ചിരുന്നെങ്കിൽ പ്രാർത്ഥിക്കും ഇത്തിരി ആൾക്കാർ. നടത്തപ്പോൾ ഞാൻ കർത്താവിന് എൻ്റെ ജീവിതം കൊടുത്തപ്പോൾ ലക്ഷക്കണക്കിന് മനുഷ്യരല്ലേ നമ്മളെ പ്രാർത്ഥിക്കാൻ വേണ്ടി നിൽക്കണതും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണതും ശുശ്രൂഷകളെല്ലാം സഹായിക്കണതും എന്തെല്ലാം കാര്യങ്ങൾ. അതുപോലെ നിങ്ങളും എൻ്റെ ദൈവത്തിലെ ഇപ്പോൾ ഇത് പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ സമയമാണ്. ഇപ്പം അച്ഛൻ്റെ കൂടെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വന്നിവിടെ ഒന്ന് നിൽക്കാം, ഒരു കുഴപ്പമില്ല. ഇപ്പോൾ 5 കൊല്ലം വേണം 5 കൊല്ലം നിൽക്കാം, 3 കൊല്ലം വേണം 3 കൊല്ലം നിൽക്കാം, ജീവിതകാലം മുഴുവൻ വേണമെങ്കിൽ നിങ്ങൾക്ക് നിൽക്കാം. അതൊക്കെ പക്ഷേ നിങ്ങൾക്ക് ബോധ്യം ഉണ്ടാകണം ഈ വിഷയത്തെക്കുറിച്ച്. കാര്യം ഇവിടെ നിൽക്കുന്നവർ വെറുതെ ഒരു ധ്യാനകത്തിൽ പോയി നിൽക്കുകയല്ല. മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരീകരണത്തിനായിട്ട് ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് സാക്ഷിയാണെന്നുള്ള രീതിയിൽ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാണ്. ആ കാര്യത്തിൽ ബോധ്യമുള്ളവരായിരിക്കണം വരേണ്ടത്. ആ കാര്യത്തിൽ ബോധ്യം ഉണ്ടാകണം. അല്ലാത്തവർ 5 കൊല്ലം ഈ പ്രത്യക്ഷീകരണത്തിൽ ബോധ്യമില്ലാത്തവർ 5 കൊല്ലം വന്നാലും പണിക്കാരാണ്. ആ പണി കഴിഞ്ഞ് പോവും. ഞാൻ അവരുമായിട്ട് വലിയ ബന്ധങ്ങളൊന്നുമില്ല ശരിക്കും പറഞ്ഞു. അങ്ങനെ എത്ര പേര് ഇവിടെ വന്ന് പ്രവർത്തിച്ച് പോകുന്നുണ്ട്. ഐ എം നോട്ട് സീയിങ് പേഴ്സണലി ദം. കാര്യം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നോക്കണത് എപ്പോഴെന്താണ്? പ്രത്യക്ഷീകരണത്തിൽ ഇവർക്ക് ബോധ്യമുണ്ടോ? മാതാവിടെ പ്രത്യക്ഷപ്പെട്ടതായിട്ട് അവർക്ക് ബോധ്യമുണ്ടോ? അതനുസരിച്ച് തന്നെയാണോ അവരുടെ ശുശ്രൂഷകൾ മുന്നോട്ട് പോണത്? അവിടെ സംസാരങ്ങൾ മാതാവിൻ്റെ പ്രത്യക്ഷത്തെക്കുറിച്ച് നമുക്ക് കിട്ടുന്ന അറിവെന്ന് പറയുന്നത് ഒരു അഭിഷേകദാനമാണ്. അത് കിട്ടാതെ ആരെല്ലാം ഇവിടെ ഒരു ജന്മം ഇവിടെ നിന്നിട്ടൊരു കഥയില്ല. അപ്പോൾ വരാൻ പോകുന്നവരെ പ്രേക്ഷിത ആണായാലും പെണ്ണായാലും ഓർക്കുക, മാതാവിൻ്റെ പ്രത്യക്ഷീകരണമാണ് കൃപാസനത്തിൻ്റെ ആ ഹൃദയസ്പന്ദനമെന്ന് പറയണത്. ആ
ആ പ്രത്യക്ഷീകരണത്തെക്കുറിച്ച് ദൈവം തന്നെ നിങ്ങൾക്ക് ബോധ്യങ്ങൾ തരണത് അനുഭവങ്ങളിലൂടെ ആയിരിക്കണം. അതിലൊക്കെ ഒരു ആകർഷണം തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായും പ്രേക്ഷിതനാകാനുള്ള ാതെ ദൈവവിളി ഈ മാതൃ സന്യസ്തന്മാരെ മുഴുവൻ ദൈവകാരുണ്യം ഒരുമിച്ച് പാടുക. എഴുന്നേൽക്കുക. ജീവനേ കാരുണ്യമേ 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 ഉച്ചത്തിൽ പാടി പ്രാർത്ഥിക്കാം. കാരുണ്യമേ കാരുണ്യമേ ജീവിതം നിന്റെ കാരുണ്യമേ ജീവനേ നിത്യ കാരുണ്യമേ ജീവിതം നിന്റെ കാരുണ്യമേ ജീവനേ നിത്യ കാരുണ്യമേ. സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ രോഗസൗഖ്യ പ്രാർത്ഥന സമയമാണ്. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ ധ്യാനത്തിൻ്റെ സമാപനത്തിൽ എൻ്റെ മനസ്സിൽ ഒത്തിരിയേറെ ഇന്ന് ഈ ധ്യാനം കൂടുന്നവരും ഇനി ഓൺലൈനിൽ കൂടാൻ പോകുന്നവരും അവിടെ രോഗഭാരങ്ങളെയും ജീവിത ദുരിതങ്ങളെയും പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷങ്ങളുടെ സ്ഥിരീകരണത്തിനായി ദൈവം ഏറ്റെടുക്കുമെന്ന് പരിശുദ്ധാത്മ പറയുന്നുണ്ട്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നീ വരൂ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ചെല്ലരും ജീവിതം കാരുണ്യമേ ജീവനേ നിത്യ കാരുണ്യമേ ജീവിതം കാരുണ്യമേ
പരിശുദ്ധാത്മാവ് നമ്മൾ കുളിച്ച് നിൽക്കുന്ന ഒരു സമയമാണിത്. മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അൾത്താരയിൽ അമ്മയുടെ സന്തതമായ സാന്നിധ്യമുണ്ട്. ദിവ്യകാരുണ്യത്തിൻ്റെ സമയത്താണ് അമ്മ അന്ന് പ്രത്യക്ഷപ്പെട്ടത്. അതേ ഒരു ഫീലാണ്, അതേ ഒരു ആംബിയൻസിലാണ് നമ്മൾ നിൽക്കുന്നത്. അതേ അമ്മ, അതേ കർത്താവ് ഇന്ന് നമ്മുടെ ജീവിതത്തിലെ ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന ഓരോ മകനെയും മകളെയും കർത്താവിൻ്റെ തിരുമുറുവാർന്ന വലത് കർത്താൻ ആശീർവദിക്കുന്ന സമയമാണ്. കർത്താവേ, കർത്താവേ, കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന കർത്താവേ, കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന കർത്താവേ, സ്വർഗം തുറക്കണമേ, സ്വർഗം തുറക്കണമേ, സ്വർഗം തുറക്കണമേ. അടിപ്പിണർ പോലെ, അടിപ്പിണർ പോലെ, വൈദാക്കാലം പോലെ, വൈദാക്കാലം പോലെ ദൈവികമായ ശക്തി, ദൈവികമായ ശക്തി ഓരോ മകന്റെ മേലും, ഓരോ മകളുടെ മേലും അടുപ്പിട പോലെ, വൈദാക്കാലം പോലെ ദൈവികമായ ശക്തി ഓരോ മകന്റെ മേലും ഇറക്കുന്ന കർത്താവിന്റെ വിശുദ്ധ രക്തം, കർത്താവിന്റെ വിശുദ്ധ രക്തം ഉച്ച മുതല്, കർത്താവിന്റെ വിശുദ്ധ രക്തം ഉച്ച മുതല് ഉള്ളംകാലം വരെ കർത്താവിന് അരിച്ചിറങ്ങട്ടെ, അരിച്ചിറങ്ങട്ടെ കർത്താവിന് ശക്തി. കർത്താവ് തൈറോയ്ഡ് രോഗികള്, തൈറോയ്ഡ് രോഗികള്, പിസിഒഡി രോഗികള്, പിസ്റ്റില രോഗികള്, കരള് രോഗികള്, ഹൃദയ രോഗികള്, ശ്വാസകോശ രോഗികള്, ഹൃദയ രോഗികള്, കിഡ്നി രോഗികൾ, കുടല് രോഗികൾ, ക്യാൻസർ രോഗികൾ, യേശു ക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തില് മാറിപ്പോകട്ടെ. ശ്രുതിക്കട്ടെ. സ്വരത്തിൽ പാടുക, എല്ലാവരും പാടുക. നീ വരൂ, നീ വരൂ കാരുണ്യമേ, കർത്താവേ, ഗർഭിണികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, കർത്താവ് കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈശോ നിന്റെ തിരുവരുവാർന്ന് വളർന്നു കയറാൻ കുഞ്ഞുമക്കൾ ഉണ്ടാകുന്ന നമ്മുടെ രോഗികളായിട്ട് കുഞ്ഞുമക്കളെ കണ്ണീരോടെ കരയുന്ന അമ്മമാരെ അവിടെ കുഞ്ഞുങ്ങളെ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്, നിന്റെ സ്വർഗീയമായത് കർത്താവ്, നിന്റെ ഉന്നതമായ നാമത്തെ മഹത്വപ്പെടുത്തുന്ന കർത്താവ്, മക്കളില്ലാത്തവരെ സ്പർശിക്കണ കർത്താവ്, ഭവനരഹിതരെ സ്പർശിക്കണ കർത്താവ്, സാമ്പത്തികമായ ക്ലേശങ്ങളുള്ളവര്, ഭാരങ്ങളുള്ളവര്, പരീക്ഷ എഴുതി നിൽക്കുന്നവർ, റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ, കർത്താവെ ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്നവർ, ജോലി നഷ്ടപ്പെടാൻ പോകുന്നവർ, ലിസ്റ്റ് ക്യാൻസലാകാൻ പോകുന്നവർ, യേശു ക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തില് മാർഗ തടസ്സങ്ങള്, ജീവിത ദുരിതങ്ങള് യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന കർത്താവെ, കണ്ണിന് കരുക്കളുള്ളവരെ, കണ്ണിന് ദശ വളരുന്നവരെ, കർത്താവ് കണ്ണിന് കാഴ്ച മുട്ടിയവരെ അങ്ങനെ തിരിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന, മറാത്ത തലവേദന ഉള്ളവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, കണ്ണിൽ നിന്നും കാതിൽ നിന്ന് ഫ്ലൂയിഡ് വരുന്നവരെ, പഴുപ്പ് വരുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്, തൊണ്ടയിൽ മുഴയുള്ളവരെയും, തൈറോയ്ഡ് രോഗികളെയും, ടോൺസൈറ്റ് രോഗികളെയും, സ്പിറ്റുല രോഗികളെയും, സ്പോണ്ടിലൈറ്റിസ് രോഗികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഏത് രോഗത്തിന് വേണ്ടിയാണോ, ഏത് ജീവിത ആവശ്യത്തിന് വേണ്ടിയാണോ, ഏത് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുന്ന വിഷയമാണോ, ഏത് രേഖ ആവശ്യപ്പെട്ടുള്ള വിഷയമാണോ, ഏത് ജോലി ആവശ്യപ്പെട്ട വിഷയമാണോ, ഏത് ഡേറ്റ് നിശ്ചയിച്ചുകൊണ്ട് അതിന് ശുഭകരമായ മറുപടി ഒക്കെ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളാണ്, യേശുവിന്റെ നാമത്തിൽ മാതാവിന്റെ മധ്യസ്ഥത്തില് ദൈവിക ഇടപെടൽ ഉണ്ടാകട്ടെ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ മഹത്വം, മഹത്വം, ആരാധന, ആരാധന, ഹല്ലേലൂയ. ദൈവപിതാവേ, ആരാധന, ഹല്ലേലൂയ. എൻ്റെ മക്കളെ, നിങ്ങളുടെ സന്തോഷത്തോടെ കൈകൾ നെഞ്ചത്ത് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ ശ്രദ്ധിക്കണം. കർത്താവിൻ്റെ അടിപ്പണ്ട പോലെ വൈദാഘാതം ദൈവികമായ ശക്തി നിനക്ക് വരുന്ന കാര്യമാണ്. നിന്റെ മനസ്സ് വേദനിക്കുന്ന, നെഞ്ച് പൊളയുന്ന, പിടക്കുന്ന എന്താ വിഷയത്തിനും ഈ ആഴ്ചയിൽ കർത്താവ് 7 ദിവസത്തിനുള്ളിൽ കർത്താവിന്റെ തീരുമാനം ഉണ്ടാകും. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, എന്റെ കർത്താവിന് 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാസമർത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട
39 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസമർത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയില് ഇവിടെ പ്രാർത്ഥിക്കുന്ന മക്കൾക്ക്, ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്ന മക്കൾക്ക്, ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് അവരുടെ ജീവിത ദുരിതങ്ങള് ഇപ്പോഴേ പരിശുദ്ധ അമ്മ ഉണ്ണീശോയുമായിട്ട് ജലത്തിന്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി വരുന്നതായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ പരിശുദ്ധ അമ്മ ഉണ്ണീശോയുമായിട്ട് കൊണ്ട് ജലത്തിന്റെ ഇടയിൽ നിൽക്കുന്നതായിട്ട് കാണുന്നു. കർത്താവിന്റെ കരുണയാ, ദൈവത്തിന്റെ കൃപയാ, കർത്താവേ അവർക്ക് വീട്ടില്ല, അവർക്ക് വെള്ളമില്ല, കുടിക്കാൻ വെള്ളമില്ല, എല്ലാ കുടുംബങ്ങളിലേക്ക് കർത്താവിന്റെ കണ്ണസ്വരൂപ മാർഗങ്ങള് ദുരിതങ്ങള് പ്രാർത്ഥിക്കുന്ന വിഷയത്തില് 39 വർഷം അർപ്പിച്ചിട്ടുമാണ്. ജീവനോടെ പ്രത്യക്ഷപ്പെട്ട് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയില് ഈ ആൾക്കാരെ നടത്ത 10,000 ആരാധനയാൽ മാർഗരോഗങ്ങള്, ദുരിതങ്ങള്, ഈ തടസ്സങ്ങള് യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. കൈകൾ കുപ്പിക്കൊണ്ട് കണ്ണടച്ച് കണ്ണ് തുറന്ന് കർത്താവ് നോക്കിക്കൊണ്ട് നിൽക്കേണ്ട സമയമാണ്. വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. ഓൺലൈനിലുള്ളവരും പ്രാർത്ഥിക്കേണ്ട സമയമാണ്. മുട്ടിൻ്റെ മുകളിലുള്ള നീണ്ട മുഴകളെ കർത്താവ് സ്പർശിക്കുന്നതായിട്ടും സുഖപ്പെടുന്നതായിട്ട് സാക്ഷ്യ സന്ദേശമുണ്ട്. ശരീരം മുഴുവൻ ഇങ്ങനെ കുരുക്കൾ പോലെ, ചൂടുകുരുവല്ല, അല്ലാതെ തന്നെ എന്തോ അലർജി മൂലം ഉണ്ടാകുന്ന കുരുക്കളെ കർത്താവ് സ്പർശിക്കുന്ന സന്ദേശമുണ്ട്. എപ്പോഴും ശരീരത്തിൽ ഇങ്ങനെ തള്ളവെല്ലോട് നെക്കി നോക്കുന്ന ഒരു ഇടമുണ്ട്. അത് ക്യാൻസറാണെന്ന് സ്വന്തമായിട്ട് ചിന്തിച്ച് ആകുലപ്പെടുന്ന വ്യക്തിയുണ്ട്. ആ വ്യക്തിയെ കർത്താവ് സുഖപ്പെടുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. വ്യക്തിപരമായ ആവശ്യങ്ങൾ മൗനമായി പ്രാർത്ഥിക്കുക. ശ്വാസകോശങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുക. ശ്വാസകോശങ്ങളുടെ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം കയറി ഇറങ്ങാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ശ്വാസകോശ രോഗം കർത്താവ് സുഖപ്പെടുത്തുന്ന സമയമാണ്. ഇത് സാക്ഷ്യം പറയാൻ നിങ്ങൾക്ക് സാധിക്കാം. ഒരു തോളെല്ലില് ഇടത് തോല് വലത് തോല് ഇടിഞ്ഞും ഇടത് തോടും മുന്തിയും നിൽക്കുന്ന ഒരവസ്ഥയാണ്. എന്തോ അപകടത്തിലോ അല്ലെങ്കിൽ ജന്മനോ സംഭവിച്ചതാണ്. അത് ബാലൻസ് ചെയ്യുന്ന രീതിയിൽ ഒരു സന്ദേശമുണ്ട്. കർത്താവിന് നന്ദി പറയാം. മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥതയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഒരു നിമിഷം മൗനമായിട്ട് പ്രാർത്ഥിക്കാം. ദൈവസ്നേഹത്തോടെ ദൈവിക പ്രത്യാശയിൽ മുന്നേറിക്കൊണ്ട് ഉടമ്പടി നിബന്ധനകൾ പാലിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരം സാക്ഷ്യമാക്കി ഞങ്ങളെ ഓരോരുത്തരെയും, ഞങ്ങളുടെ കുടുംബങ്ങളെയും സ്ഥാപനങ്ങളെയും ഈശോ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ശിരസ്സ് നമിച്ച് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന.
ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. ആവേ ആവേ ആവേ